നമ്മൾ ഇന്നലെ യൂണിറ്റ് 8 ഒരു മിഡിൽ പോർഷനിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ബാക്കി പോർഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ ഇന്നലെ ഡേറ്റ ഇന്റഗ്രേഷനും റിഡൻഡൻസി ഒക്കെയാണ് പറഞ്ഞത്. സെക്കൻഡ് ഹെഡിങ് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. Data is translated into data mining methods. The data transformation consists of the following steps. ഏതൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? സ്മൂത്തിങ്, അഗ്രിഗേഷൻ, ഡിസ്ക്രീറ്റൈസേഷൻ, attribute construction, generalization and last one normalization. അപ്പൊ അത്രയും സ്റ്റെപ്സുകളാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഡാറ്റ ട്രാൻസ്ഫോം ചെയ്തെടുക്കണ്ടേ. ഇതിനകത്ത് ഫസ്റ്റ് വൺ സ്മൂത്തിങ്. സ്മൂത്തിങ് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്മൂത്തിങ് പറഞ്ഞതാണ്. ഒരു ഡേറ്റയെ കൊടുത്തുകൊണ്ട് നമ്മൾ ബിൻ മെത്തേഡിനകത്ത് സ്മൂത്ത് ചെയ്തതും പിന്നെ ബോർഡർ സ്മൂത്ത് ചെയ്തതും ഒക്കെ പറഞ്ഞതാണ്. എന്ന് പറയുന്നത് പോലെ സ്മൂത്തിങ് അത് തന്നെയാണ്. റിമൂവിങ് എറർ വാല്യൂസ് ആൻഡ് റീപ്ലേസിംഗ് ദി വാല്യൂസ്. അതായത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത വാല്യൂസിനെ മാറ്റി വേറെ പുതിയത് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എറർ വാല്യൂസിനെ റിമൂവ് ചെയ്യാം. ഇറ്റ് ഈസ് എ മെക്കാനിസം യൂസ്ഡ് ടു റിമൂവ് ഡാറ്റ സെറ്റ് നോയിസ് യൂസിങ് സം അൽഗോരിതംസ് ടു ഹൈലൈറ്റ് മെയിൻ ഡാറ്റ സെറ്റ് ഫീച്ചേഴ്സ്. അതായത് ഡാറ്റ സെറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് ഡാറ്റ നോയിസ് റിമൂവ് ചെയ്യുന്ന മെക്കാനിസമാണ് സ്മൂത്തിങ്. ഡാറ്റ നോയിസ് മീൻസ് നമുക്ക് ആവശ്യമില്ലാത്ത എറർ വാല്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് നോയിസ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്ട് പാറ്റേൺസ് ആൻഡ് ക്യാൻ കൺട്രോൾഡ് വെൻ കളക്ടിങ് ഡാറ്റ ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് എനി വേരിയൻസ് ഓഫ് നോയിസ്. അപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോയിസ് ഡാറ്റ. നോയിസ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എറർ വാല്യൂസിനോ റിഡണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഡാറ്റയെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മീൻ ചെയ്യാം. സെക്കൻഡ് പറയുന്നത് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ബിസിനസ് സ്കീമയുടെ ഒക്കെ അനലൈസിസ് നടത്തുന്നതിന് നമുക്കിപ്പോ ഒരു ബിസിനസ് സ്കീമയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ അനലൈസിസ് നടത്തുന്നതിന് സമ്മറൈസ്ഡ് ഫോർമാറ്റുള്ള ഡേറ്റയെ കളക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് അഗ്രിഗേഷൻ. സമ്മറൈസ്ഡ് ഫോമിലുള്ള ഡേറ്റ. അതായത് അഗ്രിഗേഷൻ മീൻസ് സമ്മറൈസേഷൻ ആണ് അഗ്രിഗേഷന്റെ മീനിങ്. അപ്പം നമുക്കിപ്പം ഡേറ്റയുടെ സ്കീമെ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേനും സമ്മറൈസ് ചെയ്തിട്ട് ഫോർമാറ്റ് വേണം നമുക്ക് അതിനെ അനലൈസ് ചെയ്തെടുക്കാനും. അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നോട്ടിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റവന്യൂ ക്യാൻ ബി അഗ്രിഗേറ്റഡ് ടു കാൽക്കുലേറ്റ് മന്ത്ലി ആൻഡ് ആനുവൽ ടോട്ടൽ. ഇപ്പൊ നമുക്കൊരു സ്ഥാപനത്തിലെ അല്ലെ ഒരു മാസത്തിലെയോ ഒരു വർഷത്തിലെയോ റവന്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അഗ്രിഗേഷൻ മാത്രം. അതായത് ആ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ, സെയിൽസോ റിട്ടേൺസോ പർച്ചേസോ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് റവന്യൂ മാത്രം, അതിൽ വരുമാനം മാത്രം കണ്ടുപിടിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റയെ സമ്മറൈസ് ചെയ്തെടുക്കല്ലോ. അങ്ങനെ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അഗ്രിഗേഷൻ നടക്കുന്നത്. Third one, discretization. It is a way to transfer continuous data into number of short intervals. അതായത് കണ്ടിന്യൂസ് ഡേറ്റയെ ഷോർട്ട് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസ്ക്രീറ്റൈസേഷൻ. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഡേറ്റയും കാണും, ഡിസ്ക്രീറ്റ് ഡേറ്റയും കാണും. ഇപ്പൊ ഡേറ്റ തന്നെ രണ്ട് തരത്തിലുണ്ട്, കണ്ടിന്യൂസും കാണും, ഡിസ്ക്രീറ്റും കാണും. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കിപ്പം മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഒക്കെ ഇല്ലേ, മെഷറബിൾ വാല്യൂസ് റെപ്രസെന്റിങ് ദി ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള ഡേറ്റയാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഡേറ്റാബേസിനെ സംബന്ധിച്ച് ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റും ഒരു ക്ലാസ്സിലെ നീളം കൂടിയ കുട്ടികളും നീളം കുറഞ്ഞ കുട്ടികളുടെയും നമുക്കൊന്ന് കണ്ടുപിടിക്കണം, ഒന്ന് മെഷർ ചെയ്യും. അങ്ങനെ എടുക്കുന്ന ഡേറ്റയെ നമ്മൾ കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ഡേറ്റയെ ഷോർട്ട് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ് ഡിസ്ക്രീറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമുക്ക് many actual data mining activities have ongoing attributes. However, many of the existing data mining systems cannot handle these attributes. അതായത് കണ്ടിന്യൂസ് ഡേറ്റയും കാണും, ഡിസ്ക്രീറ്റ് ഡേറ്റയും കാണും. ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫിഗർ ആയിരിക്കും, ദാറ്റ് വി ക്യാൻ കൗണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വെച്ചിരുന്ന ഡേറ്റയിൽ അത് നമ്പറിംഗ് ആയിരിക്കും. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ക്രീറ്റ് ഡേറ്റ ആയിരിക്കും. അതേസമയം ഡിസ്ക്രീറ്റൈസേഷൻ പറഞ്ഞ് പ്രോസസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഡേറ്റയെ ഷോർട്ട് ആക്കി എടുക്കുന്ന പ്രോസസ്സാണ്. Attribute construction, where new attributes are created and added to support an attribute set in the mining procedure. ഡാറ്റ മൈനിങ്ങില് പുതിയ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുക. This simplifies the original data to and improves the efficiency of mining. അത് മുഖേന
മൈനിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടും. അതായത് ഡാറ്റ മൈനിങ് പ്രൊസീജിയറിലെ ഒരു ആട്രിബ്യൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പുതിയ ആട്രിബ്യൂട്ട്സ് അല്ലെ, ഒരു ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേണേ വേറെ ഫീൽഡുകൾ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെയാണ് ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ജനറലൈസേഷൻ കൺവേർട്സ് ലോ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ട്സ് വിത്ത് ദി ഹയറാർക്കിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹൈ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ട്സ്. ഇത് ഫോർ എക്സാമ്പിൾ ഏജ് ഇൻ ന്യൂമറിക്കൽ ഫോം ഇനിഷ്യലി 20,64 is translated into category sense young or old. അതായത് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ ഹയറാർക്കിക്കൽ കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ലോ ലെവൽ ഡാറ്റയെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് നമുക്കവിടെ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ 2064 എന്ന് കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിരിക്കുക ന്യൂമറിക്കൽ ഫോമിൽ 2064. അപ്പൊ 20 വയസ്സായാലും നമ്മൾ യങ്ങിൽ ഉൾപ്പെടുത്തണം, 60 വയസ്സായാലും നമ്മൾ ഓൾഡിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതൊക്കെ ഡാറ്റ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ നോർമലൈസേഷൻ. നമ്മൾ ഇന്നലെ ജനറലൈസേഷൻ വരെയാണ് പഠിപ്പിച്ചത്. നെക്സ്റ്റ് വൺ നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം അല്ലെ. നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിനെ നമ്മൾ നോർമലൈസ് ചെയ്യും. അതായത് ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ് ആണ് നോർമലൈസേഷൻ. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. That is, all data variables need to be translated into a given set. അതായത് എല്ലാ വേരിയബിൾസും തന്നിരിക്കുന്ന ഡാറ്റ സെറ്റോട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്നാലല്ലേ അതൊരു ഓർഗനൈസ് ചെയ്ത് വെക്കത്തുള്ളൂ. അതായത് ട്രാൻസ്ലേറ്റ് ഒരു കോമൺ സ്കെയിലിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ പഠിച്ച നോർമലൈസേഷൻ 1 നോർമൽ ഫോം, 1NF, 2NF, 3NF, BCNF ഒക്കെ അല്ലേ, OEC കോഡഡ് നോർമൽ ഫോം. അങ്ങനെ നമ്മളൊരു നോർമലൈസേഷൻ ഡാറ്റാബേസ് പണ്ട് സ്കില്ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാല് മിൻ മാക്സ് നോർമലൈസേഷൻ, ഇസഡ് സ്കോർ നോർമലൈസേഷൻ, ഡെസിമൽ സ്കെയിലിംഗ് നോർമലൈസേഷൻ. അതായത് ഡാറ്റ മൈനിങ് പ്രോസസ്സിൽ ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ മിൻ മാക്സ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ട്രാൻസ്ലേറ്റ്സ് ദി ഇനിഷ്യൽ ഡാറ്റ ലീനിയർലി ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഒരു മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മിൻ മാക്സ് നോർമലൈസേഷൻ. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സപ്പോസ് മിൻ x is the minimum and max x is the maximum limit of the variable. ഒരു രണ്ട് വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് മിൻ എക്സും ഒന്ന് മാക്സ് എക്സും. അപ്പം വി ഗോട്ട് ദി ഫോർമുല, അവിടെ ഒരു ഫോർമുല കൊടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഫോർമുല അങ്ങനെ ബൈക്കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ച് നമുക്ക് എങ്ങനെ നോർമലൈസ് ചെയ്യാൻ ഒരു ഫോർമുല കൊടുത്തിരിക്കുന്നത്. വി is the value you want to plot the new set. Then var is dash is a fresh meaning when you normalize the old data. അതായത് ഇങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കൊടുത്തുകൊണ്ട് ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ വെച്ച് അങ്ങ് പറയാം. അസ്യൂം ദാറ്റ് ആട്രിബ്യൂട്ട് റവന്യൂ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ആർ 1000 16,000 റെസ്പെക്റ്റീവ്ലി. മിനിമം വാല്യൂ 1000, മാക്സിമം വാല്യൂ 16,000 ആണ്. ഡയഗ്രാം ഇൻകം ഇൻറ്റു 0.0 1.0 റേഞ്ച് ഡയഗ്രാം അല്ലെ. ഇൻകത്തിന്റെ റേഞ്ച് പറയുന്നത് 0.0യും 1.0യും. അപ്പൊ 0.0യും 1.0 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മിനിമം വാല്യൂ 0യും ആയിരിക്കണം, മാക്സിമം വാല്യൂ 1ഉം ആയിരിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വാല്യൂ ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ വരുന്നത് 0യ്ക്കും 1നും ഇടയ്ക്ക് ഒരു വാല്യൂ വരും ഈ ഇക്വേഷൻ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ സാലറീസ് എ വാല്യൂ ഓഫ് 14,000 ഈസ് കൺവേർട്ടഡ് ഇൻടു എ മിനിമം ഓർ മാക്സിമം സ്റ്റാൻഡർഡൈസേഷൻ. നമുക്കൊരു സാലറി വന്നിട്ടുണ്ട്, സാലറിയുടെ റേഞ്ച് പറയുന്നത് 1000ഉം 16,000ഉം ആണ്. പക്ഷെ ഒരു സാലറിയുടെ വാല്യൂ ഇപ്പോൾ ഒരാളുടെ പറയുന്നത് 14,000 ആണെങ്കിൽ മിനിമം മാക്സിമം സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യും, മിനിമാക്സ് നോർമലൈസേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യും. അപ്പൊ മിനിമാക്സ് നോർമലൈസേഷൻ പ്രോസസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മിനിമം വാല്യൂ 0യും ആയിരിക്കണം, മാക്സിമം വാല്യൂ 1ഉം ആയിരിക്കണം. നമുക്കിങ്ങനെ 14,000 വരുമ്പോൾ എന്തായാലും അത് 0യ്ക്കും 1നും ഇടയ്ക്ക് ഒരു ഡെസിമൽ ഇട്ടൊരു നമ്പറേ വരത്തുള്ളൂ. അപ്പൊ 14,000 മൈനസ് 1000 ബൈ 16,000 മൈനസ് 1000 അതെന്ന് പറയുന്നത് 14,000 പോയ 13,000 അല്ലേ, 16,000 പോയ 15,000 അല്ലേ അല്ലേ. അപ്പൊ 13,000 ബൈ 15,000 എന്ന് പറയുന്നത് 8.866 ആയിരിക്കും. അവിടെ ഈ ഇക്വേഷൻ നമുക്ക് വേണം നിങ്ങളൊന്നും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കാം. 13,000 നിന്നും 13,000 ഡിവൈഡഡ് ബൈ 15,000 എന്ന് പറയുന്നത് 0.866 ആയിരിക്കും. അപ്പം മിൻമാക്സ് നോർമലൈസേഷൻ വാല്യൂ എപ്പോഴും 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണം, മിൻമാക്സിന്റെ നമ്പർ എപ്പോഴും 0യ്ക്കും. അത് അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, അവിടെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക.
മിനിമം വാല്യൂ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻ ടു 1. മിനിമൈസ് നോർമലൈസേഷന്റെ മിനിമം വാല്യൂ എപ്പോഴും 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും. ആൻഡ് എവരി വാല്യൂ ഗെറ്റ്സ് ട്രാൻസ്ഫോം ഇൻ ഡെസിമൽ ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വാല്യൂ വരുന്ന എപ്പോഴും എന്തായിരിക്കും, 0ക്കും 1നും ഇടയ്ക്ക് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇസഡ് സ്കോർ നോർമലൈസേഷൻ. അതായത് ഡാറ്റ മൈനിങ്ങിനകത്ത് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ പറയുന്നതിനകത്ത് നോർമലൈസേഷൻ പറയുമ്പോൾ ഇസഡ് സ്കോർ നോർമലൈസേഷൻ പറയുന്നുണ്ട്. ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡാറ്റ പോയിന്റും ഒരു ഡാറ്റ സെറ്റിന്റെ മീൻ വാല്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന ഒരു അളവാണ് ഇസഡ് സ്കോർ. സൈഡിൽ വേണേൽ നോട്ട് ചെയ്ത് വെക്കുക. ഡെഫിനിഷനായിട്ട് അതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഇസഡ് സ്കോർ എന്നത് ഒരു ഡാറ്റ പോയിന്റ് കാണും. ഡാറ്റ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സെറ്റിനുള്ളിൽ ഒരു പോയിന്റ്. അപ്പൊ ഡാറ്റ സെറ്റിലെ മീൻ വാല്യൂ അതിനകത്തൊരു ഒരു ശരാശരി ഒരു വാല്യൂ കാണും. അപ്പൊ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു അളവിനെയാണ്, ഒരു മെഷർമെന്റ് യൂണിറ്റിനാണ് നമ്മൾ ഇസഡ് സ്കോർ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 വരുന്നത്. അതായത് സ്കെയിൽ ബിറ്റ്വീൻ മീൻ ഓഫ് 0ക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1നും ഇടയ്ക്കായിരിക്കും ഇവിടെയും വാല്യൂ വരുന്നത്. അതായത് ഔട്ട്ലൈൻ ഇപ്പൊ ഡാറ്റ പോയിന്റിന്റെയും ഡാറ്റയുടെ ഒക്കെ മൂല്യം കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആണെന്ന് വേണേൽ പറയാം നോർമലൈസേഷൻ. അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇസഡ് സ്കോർ നോർമലൈസേഷന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വി അല്ലെ, വി എന്ന് പറയുന്നത് എന്തായിരിക്കും, വാല്യൂ is equal to v minus x bar by delta x. v റോ വാല്യൂ ആയിരിക്കും, v ഡാഷ് പറയുന്ന നോർമലൈസ്ഡ് വാല്യൂ ആയിരിക്കും, x ബാർ എന്ന് പറയുന്ന മീൻ വാല്യൂ ആയിരിക്കും, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഇത് വെച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ഒരു വാല്യൂ കിട്ടുന്നത്, അതായത് 0ക്കും 1നും ഇടയ്ക്ക് ഒരു വാല്യൂ കിട്ടും, അതിനെ നമുക്ക് ഇതിന്റെ ഒരു ഇസഡ് സ്കോർ നോർമലൈസേഷനിൽ നമുക്ക് എത്തിച്ചേരാന്ന് പറയാൻ പറ്റും. അതായത് സപ്പോസ് എക്സാമ്പിൾ നോക്കും. ദി ആവറേജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് റവന്യൂ നമ്പർ ആർ റെസ്പെക്റ്റീവ്ലി 22,000 and 7,000. In the case of ഇസഡ് സ്കോർ നോർമലൈസേഷൻ, the revenue 42,000 is transferred to ഇസഡ് സ്കോർ. അതായത് റവന്യൂവിന്റെ ഒരു 7,000-നും 22,000-നും ഇടയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ ഇസഡ് സ്കോർ നോർമലൈസേഷൻ റവന്യൂ 42,000 ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഈ ഒരു ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2.85 കിട്ടും. 42,000 മൈനസ് 22,000 ബൈ 7,000 എന്ന് പറയുന്നത് 2.85 ആയിരിക്കും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസെപ്റ്റ് വെച്ച് പറയുന്നത്. അപ്പൊ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു ഡാറ്റ പോയിന്റിൽ നിന്ന് ഒരു ഡാറ്റ സെറ്റിന്റെ ആവറേജിൽ നിന്നും ഒരു ഡാറ്റ പോയിന്റിലുള്ള മെഷർമെന്റ് അളക്കുന്നത്. ഇനി തേർഡ് വൺ പറയുന്ന ഡെസിമൽ സ്കെയിൽ നോർമലൈസേഷൻ. ഡെസിമൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡർഡൈസ് ദി വേരിയബിൾസ് വാല്യൂസ് ബൈ ചേഞ്ച് ദ ഡെസിമൽ പൊസിഷൻ. അതായത് ഡെസിമൽ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വേരിയബിൾസിന്റെ വാല്യൂസ് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പൊ ഡെസിമൽ പൊസിഷൻസ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഡെസിമൽ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് നമ്മളവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം അല്ലെ, ഡെസിമൽ പൊസിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ. അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഇത് നോക്കുമ്പോൾ നോർമലൈസേഷൻ അത് 3 തരത്തിലുള്ള നോർമലൈസേഷൻ ഡാറ്റ ട്രാൻസ്ഫോം അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യാം. മിൻ മാക്സ്, ഇസഡ് സ്കോർ, ഡിസ്ക്രീറ്റ് സ്കെയിലിംഗ്, ഡെസിമൽ സ്കെയിലിംഗ് നോർമലൈസേഷൻ അത്രയും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സപ്പോസ് ദി ഒബ്സർവ്ഡ് വാല്യൂസ് ഡിഫർ ബിറ്റ്വീൻ ദി ലോവസ്റ്റ് 486 ആൻഡ് ഹൈസ്റ്റ് 417. അപ്പൊ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ഒരു റോ വാല്യൂ തന്നിരിക്കുന്നത് 486 ലോവസ്റ്റും 417 ഹൈസ്റ്റും ആണെങ്കിൽ എക്സ് മീനിങ് സ്ക്വയർ ഈസ് 486. ഇൻ ഓർഡർ ടു നോർമലൈസ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ഡെസിമൽ സ്കെയിലിംഗ് ഈച്ച് വാല്യൂ മസ്റ്റ് ബി ഡിവൈഡഡ് ബൈ 1000 സോ ദാറ്റ് 486 സ്റ്റാൻഡർഡൈസസ് 0.486 ആൻഡ് 417 സ്റ്റാൻഡർഡൈസസ് 0.417 എന്ന് പറഞ്ഞാല് കാൽക്കുലേഷൻസ് നോർമലൈസ് ആകുന്നതിന് ഡെസിമൽ സ്കെയിലിംഗിൽ ഓരോ വാല്യൂവിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലേ അത് ഡെസിമൽ സ്കെയിലിംഗ് നോർമലൈസേഷൻ ആകത്തുള്ളൂ. അപ്പം 486 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ. ഡെസിമൽ പൂർണ്ണസംഖ്യയെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഇട്ട് വരത്തില്ലേ, 3 സ്ഥാനം മാറ്റുമ്പോൾ 0.486. 417 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.417. അങ്ങനെയായിരിക്കാം നോർമലൈസേഷൻ ആക്കുന്നതെന്നാണ് ആ 3 മെത്തേഡ് അവിടെ പറയുന്നത്. നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ആ ഒരു ഹെഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ അതിനകത്ത് 8.4 ഹെഡിങ് ഡാറ്റ റിഡക്ഷൻ. എന്താണ് ഡാറ്റ റിഡക്ഷൻ? അതായത് നമുക്കിപ്പോൾ നമ്മൾ ലാർജ് ഡാറ്റ മൈനിങ് പ്രോസസ് നടത്തുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആയിരിക്കും.
അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഡേറ്റയെ റെഡ്യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഡാറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് വോളിയം ഇൻ വിച്ച് സ്മോളർ ഇൻ ലെങ്ത് ആൻഡ് ദസ് മെയിൻറ്റെയിൻ ആക്യുറസി ഇൻ ദി ഒറിജിനൽ ഡേറ്റ. ഡേറ്റ റെപ്രസെന്റേഷൻ മെത്തേഡ് ആണ് ഡേറ്റ റിഡക്ഷൻ, വിച്ച് ഈസ് മച്ച് സ്മോളർ ഇൻ ലെങ്ത് ആൻഡ് ദസ് മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് ദി ഒറിജിനൽ ഡേറ്റ. ഒറിജിനൽ ഡേറ്റയുടെ ആക്യുറസി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ലെങ്ത് കുറയ്ക്കുക. The reduced data set mining can be much more efficient, but the analytical output can be same. And analytical output same ആയിരിക്കണം, efficient ആയിരിക്കണം. കറക്റ്റ് ഡേറ്റ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നുകൊണ്ടിരുന്നാൽ അതിന്റെ അക്യുറസി കുറയ്ക്കാൻ, ലെങ്ത് കുറയ്ക്കുക എന്നുള്ള പ്രോസസ് ആണ് ഡേറ്റ റിഡക്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് വോളിയം ഓഫ് ഡേറ്റ ഇസ് റിഡ്യൂസ്ഡ് ടു മേക്ക് അനലൈസിസ് ഈസിയർ. അനലൈസ് ചെയ്യാൻ, അനലൈസ് ഈസി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റയെ റിഡ്യൂസ് ചെയ്യുന്നതാണ്, ഡേറ്റയുടെ വോളിയം റിഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ റിഡക്ഷൻ നടക്കുന്ന സാധാരണ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്നും പറയാം. 8.4.1 സബ് ഹെഡിങ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ അല്ലേ, അതായത് ഓൾസോ നോൺ ആസ് ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ where the data cube is created using aggregation operations. Data cubes are stored multi-dimensional information aggregated. Each cell stores a multi-dimensional space, a data value corresponding to a data point. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്യൂബ് രീതിയിലായിരിക്കും ഡേറ്റ റെപ്രസെന്റ് ചെയ്ത് വെക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്യൂബ് എന്നാണ് പഠിച്ചത്, ഡേറ്റ ക്യൂബ് അല്ലേ. പല വശങ്ങളും ഫേസസുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ ക്യൂബ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഡേറ്റ ക്യൂബിന്റെ മൾട്ടി ലെയറുകളെ കണ്ടൻസ് ചെയ്ത്, മൾട്ടി ലെയറുകളിലെല്ലാം ഡേറ്റ കാണും, അതിനെല്ലാം കണ്ടൻസ് ചെയ്ത് കൂടുതൽ മാനേജ് ചെയ്യാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ മാനേജ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ റിഡക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഡേറ്റയുടെ റെഡ്യൂസ് ചെയ്യുവാണ് വോളിയം. അതായത് കറക്റ്റ് ആ ഡേറ്റയുടെ ഇന്റൻസിറ്റി നിലനിർത്തിക്കൊണ്ട് സ്മോളർ സ്പേസിൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും, നമ്മളിപ്പോ ഒരു വലിയ ഡ്രോയിങ് കോളത്തിലും കൊടുത്തിരുന്ന ഡേറ്റയെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ക്യൂബോയിഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരിക, ക്യൂബ് രീതിയിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് വരിക. കണ്ടോ, ഇപ്പൊ സെയിൽസ്, ക്വാർട്ടർ, ഇയർ എന്നൊക്കെ പറയാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അത് ആ ഫിഗർ മുറിഞ്ഞു പോയതാണ്. അതായത് ഒത്തിരി എലാബറേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയെ ഷോർട്ട് ആക്കി റെപ്രസെന്റ് ചെയ്യും ക്യൂബ് മുഖേന. ആ ഒരു പ്രോസസ്സിംഗ് ആണ് ഡേറ്റ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ക്യൂബ് രണ്ട് തരത്തിലുണ്ട്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നോയ്സി ഡേറ്റ റിമൂവ് ചെയ്തു പോകും, റിഡൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ള ഡേറ്റയെ റിമൂവ് ചെയ്തു പോകും ഇങ്ങനെ നോക്കുമ്പോൾ. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഇവിടെ 3 തരത്തിൽ ഈ ക്യൂബ് പറയും. ഡേറ്റ ക്യൂബിനെ 3 തരത്തിൽ പറയുന്നുണ്ട്: ബേസ്ഡ് ക്യൂബോയിഡ്, ലാറ്റിസ് ക്യൂബോയിഡ്, അപ്പെക്സ് ക്യൂബോയിഡ്. എന്നിട്ട് അപ്പെക്സ് ക്യൂബോയിഡ് ആയിരിക്കും ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ ഓഫ് സമ്മറൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പെക്സ് ക്യൂബോയിഡ് ആയിരിക്കും, അതായത് O-D എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും, OD കേട്ടോ, അപ്പെക്സ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യൂബ് രീതിയിൽ. അതായത് ക്യൂബ് രീതി എന്ന് പറയുമ്പോൾ അതിന് കുറെ ഫേസസും വെർട്ടിസസും എഡ്ജസും ഒക്കെ കാണും. നമ്മൾ ഈ പണ്ട് മാത്സിലൊക്കെ പഠിക്കുന്ന മാത്സ് ടീച്ചറൊക്കെ ക്ലാസ്സിൽ കൊണ്ടുവന്ന ക്യൂബോയിഡ് അതിന്റെ റെക്ടാംഗുലറും അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ കാണിച്ച് നമ്മളെ പിരമിഡ് എന്നുള്ള അല്ലെങ്കിൽ ട്രയാങ്കിള് എന്ന ഷേപ്പൊക്കെ കാണിച്ച് നമ്മളെ മാത്സ് ക്ലാസ്സിൽ പഠിപ്പിക്കാറില്ലേ. അപ്പൊ ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ 6 റെക്ടാംഗുലർ ഫേസസ് കാണും, 6 റെക്ടാംഗുലർ ഫേസസും 8 വെർട്ടിസസും 12 എഡ്ജസും കാണും. 8 വെർട്ടിസും 12 സൈഡുകളും ഒക്കെ ഉള്ള ആണ് ക്യൂബോയിഡ്. അതായത് ഒരു ക്യൂബ് രീതിയിൽ ഇരിക്കുന്നതാണ് ക്യൂബോയിഡ്. അപ്പൊ അങ്ങനെ ഡേറ്റ അഗ്രിഗേഷൻ നടക്കുമ്പോൾ പലതരത്തിലുള്ള ക്യൂബോയിഡുകളുണ്ട്. ബേസ്ഡ് ക്യൂബോയിഡ് ഉണ്ട്, ലാറ്റിസ് ക്യൂബോയിഡ് ഉണ്ട്, അപ്പെക്സ് ക്യൂബോയിഡ് ഉണ്ട്. ബേസ്ഡ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ഓൾ 3 ഡയമെൻഷൻ, എല്ലാ ഡയമെൻഷൻസിനും കൊടുക്കുന്നത്. അതായത് ലോവസ്റ്റ് ലെവൽ ഓഫ് അഗ്രിഗേഷൻ ആയിരിക്കും, സമ്മറൈസേഷൻ ആയിരിക്കും ബേസ്ഡ് ക്യൂബോയിഡ്, ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. അപ്പെക്സ് ക്യൂബോയിഡ് ആണെങ്കിൽ ഹൈയസ്റ്റ് ലെവൽ ഓഫ് സമ്മറൈസേഷൻ ആയിരിക്കും, അതിന് കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. ലാറ്റിസ് ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കും. സാധാരണ ഒരു ചാർട്ടർ രീതിയിൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലാറ്റിസ് ക്യൂബോയിഡ്. ഇത് അപ്പൊ ഇത്രയും നോക്കാം. ഡേറ്റ അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഡേറ്റയുടെ ഡയമെൻഷനാലിറ്റി റിഡ്യൂസ് ചെയ്യുകയാണ്. ഡയമെൻഷൻ ടേബിൾ ഒക്കെ നമുക്കറിയാം അല്ലെ, ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും നമ്മൾ പഠിച്ചതാണ്. അപ്പം അതിന്റെ ഡയമെൻഷനാലിറ്റി കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് പലയിടത്തു നിന്നുള്ള ഡേറ്റയെ നമ്മൾ പല മൾട്ടിപ്പിൾ ഡയമെൻഷൻ ഡേറ്റയെ ഒരു നമുക്ക് യൂസറിന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ഒരു സിംഗിൾ ഫോമിലാക്കി വെക്കുന്നു.
അടുത്ത ഒരു ഡേറ്റ റിഡക്ഷന്റെ അടുത്ത ഒരു സ്റ്റെപ്സ് ആണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ റിഡക്ഷൻ ഇൻ എ ഡേറ്റ മൈനിങ് പ്രോസസ്സ്. ഡേറ്റ റിഡക്ഷൻ, അതായത് ഡേറ്റ റിഡക്ഷൻ ഒന്ന് യൂസ് ചെയ്യുന്ന അഗ്രിഗേഷൻ ആണ്. അതായത് ക്യൂബോയിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമെൻഷനാലിറ്റി കുറച്ചുകൊണ്ട് ഡേറ്റയുടെ റിഡൻഡൻസി കുറച്ച് നോയ്സ് ഡേറ്റ അവോയ്ഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ പറയുന്നത് ആട്രിബ്യൂട്ടിന് സബ്സെറ്റിന്റെ സെലക്ഷൻ ആണ്. അതായത് ആട്രിബ്യൂട്ടുകളുടെ എണ്ണം കുറയ്ക്കുക. ആട്രിബ്യൂട്ടുകളുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് നെയിംസ് കുറച്ചാലും നമുക്ക് ഡേറ്റ മനസ്സിലാകണം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡേറ്റ റിഡക്ഷൻ ഇൻ എ ഡേറ്റ മൈനിങ് പ്രോസസ്. ഡേറ്റ മൈനിങ് പ്രോസസ്സിലെ ഡേറ്റ റിഡക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാല് ഹൈലി റെലവെന്റ് ആട്രിബ്യൂട്ട്സ് ഷുഡ് ബി യൂസ്ഡ്. അതായത് ഒരു ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ കൊടുക്കാതെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ കൊടുക്കുക, അല്ലാതെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുക. അതായത് ഡേറ്റ സെറ്റ് വിൽ ബി ഇൻക്ലൂഡ് എ വൈഡ് റേഞ്ച് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഒരു ഡേറ്റ സെറ്റ് എടുത്താൽ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ കാണും. ആട്രിബ്യൂട്ട്സ് എന്നാണെന്നറിയാലോ, ഒരുപാട് ഫീൽഡുകൾ കാണും. സം ഓഫ് ദം മേ ബി ഔട്ട്ഡേറ്റഡ് ഓർ റിഡൻഡന്റ്. ചിലത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ചിലത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. ദി ഒബ്ജക്റ്റീവ് ഓഫ് സെലക്ടിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് സബ്സെറ്റ് ഈസ് ടു സെലക്ട് എ മിനിമം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് ടു ലോവർ ഡേറ്റ കളക്ഷൻ കോസ്റ്റ് ആൻഡ് റെഡ്യൂസ് ലോസ് ഓഫ് സച്ച് അൺവാണ്ടഡ് ആട്രിബ്യൂട്ട്സ്. അതായത് നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഒത്തിരി എണ്ണമുള്ള ആട്രിബ്യൂട്ട്സുകൾ കുറച്ച് അൺവാണ്ടഡ് ആട്രിബ്യൂട്ട്സിനൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. അങ്ങനെ കളയണമെങ്കിൽ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷന് 3 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സബ്സെറ്റ് ഫോർവേഡ്, സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ, കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ, ഡിസിഷൻ ട്രീ ഇൻട്രൊഡക്ഷൻ. അങ്ങനെ 4 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട്സിന്റെ സബ്സെറ്റുകളെ നമ്മൾ ആവശ്യമില്ലാത്തവ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ. സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ. ദി പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് empty attributes. Most significant attributes with the minimal p-value are selected and added to the minimal list. അതായത് ഒരു മിനിമം നമ്പർ ഓഫ് empty attributes വെച്ചുകൊണ്ട് ഒരു പ്രോസസ് തുടങ്ങാം. നമുക്കൊരു, അതായത് ആട്രിബ്യൂട്ട്സുകളുണ്ട്, empty attributes വെച്ചൊരു മിനിമം നമ്പർ വെച്ച് തുടങ്ങുക. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള p-value കുറഞ്ഞ ആട്രിബ്യൂട്ട്സുകൾ തിരഞ്ഞെടുത്ത് മിനിമം ലിസ്റ്റിലേക്ക് നമുക്ക് ചേർത്ത് പോകാം. അങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് പറയുന്നത്, മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാം. ഈ സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാല് all attributes are considered here in the initial collection of attributes. In each iteration, one attribute is omitted from the set of attributes of p significance. അതായത് എല്ലാ ആട്രിബ്യൂട്ടുകളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പി വാല്യൂവിന് പ്രധാനമുള്ള ആട്രിബ്യൂട്ട്സിന്റെ ലിസ്റ്റിൽ നിന്നും ഒരു ആട്രിബ്യൂട്ട്സിനെ ഒഴിവാക്കുക. അതായത് നമ്മൾ എല്ലാ ആട്രിബ്യൂട്ട്സിനെയും കൺസിഡർ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു ആട്രിബ്യൂട്ട് വേണ്ടായിരിക്കും, അതിനെ നമ്മൾ ഒഴിവാക്കി വിടുക. അതിനെ സ്റ്റെപ്പ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറയുന്നു. അപ്പം ഫോർവേഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒരു മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് സെറ്റ് വെച്ചുകൊണ്ട് ആവശ്യമുള്ളിടത്തോട്ട് ആട്രിബ്യൂട്ട്സിനെ കയറ്റി വിടും. മറ്റേത് എല്ലാം ഉണ്ട് എന്നിട്ട് കൺസിഡർ ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിനെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, അതായത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഫേസ് ബൈ സ്റ്റെപ്പ് സോർട്ടിംഗ് ആൻഡ് റിവേഴ്സിംഗ് എക്സ്ക്ലൂഷൻ ആർ കമ്പൈൻഡ് സോ ദാറ്റ് നെസസറി ആട്രിബ്യൂട്ട്സ് ആർ സെലക്ടഡ് മോർ എഫിഷ്യന്റ്ലി. ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺ വേ ടു കളക്ട് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും പറ്റിയ മെത്തേഡാണ് കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ. ഇത് ഘട്ടം ഘട്ടമായി നമ്മൾ സോർട്ടും റിവേഴ്സും ഒക്കെ ചെയ്ത്, റിവേഴ്സ് എക്സ്ക്ലൂഷനും ഒക്കെ ചെയ്ത് കമ്പൈൻ ചെയ്ത് ആവശ്യമുള്ള ആട്രിബ്യൂട്ടുകൾ മാത്രം കളക്ട് ചെയ്യുക. സോർട്ടൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ട് മാത്രം കളക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ആട്രിബ്യൂട്ട് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസിഷൻ ട്രീ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രീ ബേസ്ഡ് ആയിരിക്കും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ബ്രാഞ്ചസിൽ ഏതൊക്കെ വേണമെന്നുള്ളത് നോക്കി ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഡിസിഷൻ ട്രീ അല്ലെ ട്രീ ബേസിൽ നമുക്ക് ആട്രിബ്യൂട്ട്സിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ 4 രീതിയിൽ അവിടെ പറയുന്നുണ്ട് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ മെത്തേഡ്. സ്റ്റെപ്പ് വൈസ് ഫോർവേഡ്, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ്, കോമ്പിനേഷൻ, ഡിസിഷൻ ട്രീ. നെക്സ്റ്റ് വൺ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി എങ്ങനെ റിഡക്ട് ചെയ്യുക, അതല്ല റിഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഇൻ ദി ഡാറ്റ സെറ്റ് ബിക്കോസ് ലാർജ് ഇൻപുട്ട് വേരിയബിൾസ് ഇൻപുട്ട്, അതായത് ഡയമെൻഷനാലിറ്റി കുറയ്ക്കുക. ഒരുപാട് ഡയമെൻഷനാലിറ്റി വരുമ്പോൾ, ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരുമ്പോഴത്തേനും പെർഫോമൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഡയമെൻഷനാലിറ്റി എങ്ങനെ കുറയ്ക്കാമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്ന് വൈ ഈസ് റിഡക്ഷൻ ഇൻ ഡയമെൻഷനാലിറ്റി സിഗ്നിഫിക്കൻസ് ഇൻ മെഷീൻ ലേണിംഗ്. അതായത് ആൻഡ് സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ഡയമെൻഷനാലിറ്റി ഈസ് ഗിവൺ ബൈ ദി ബേസിക് ഇമെയിൽ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം where we have to classify whether mail is spam or not. അതായത് ഇമെയിൽ എടുത്താൽ നമുക്ക് അവിടെ ഒരുപാട് മെയിൽ ഇനി വരത്തില്ലേ, ജങ്ക് മെയില്, സ്പാം മെയില്, അൺവാണ്ടഡ് മെയില്, അൺസോളിസിറ്റഡ് മെയില് എന്നൊക്കെ പറയാൻ വരത്തില്ലേ അല്ലേ. There is a wide range of features including whether email has a general life,
പിന്നെ ഇമെയിൽ കണ്ടന്റ്, വെദർ ഇമെയിൽ ഈസ് എ ടെംപ്ലേറ്റ് എക്സെട്ര. ഓവർ ബോത്ത് ഓഫ് ദീസ് ഫംഗ്ഷൻസ് വിൽ ഓവർലാപ്പ്. ഇതെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തു പോകും ഇല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്ന ആ ഇമെയിലിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ സ്പാം മെയിൽ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ അതെല്ലാം പോയി. അല്ലെ മെയിലിൽ 3 കാണും, ഓൾ മെയിൽസ് കാണും, ആവശ്യമുള്ള മെയിൽസുകൾ കാണും, അല്ലെങ്കിൽ പരസ്യം വരുന്ന മെയിൽസുകൾ കാണും എന്ന് പറയും. 3 ഹെഡിങ്സ് കാണത്തില്ലേ? അങ്ങനെ നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിന്റെ ഡയമെൻഷനാലിറ്റി നമുക്ക് കുറയ്ക്കാം. ഓൾ മെയിൽ ഇട്ട എല്ലാ മെയിലും വരും. അതല്ല നമുക്ക് അല്ലാത്ത ഹെഡിങ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഓൾ മെയിൽ കൂടാതെ 3 ഹെഡിങ് ഇങ്ങനെ ജിമെയിൽ എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് വരത്തില്ലേ? അപ്പം ആവശ്യമുള്ള മെയിലുകൾ ഓൾ മെയിൽ എടുത്ത് നമുക്ക് വരുന്ന പരസ്യങ്ങൾ നമ്മളിപ്പോ ഫേസ്ബുക്കിൽ കയറി, ഇൻസ്റ്റയിൽ കയറി, യൂട്യൂബിൽ കയറി, അല്ലെങ്കിൽ യൂബർ നമ്മൾ സെർച്ച് ചെയ്ത്, അങ്ങനെ എന്ത് വന്നാലും അതെല്ലാം ഓൾ മെയിൽ വരും. നമ്മളിപ്പോ ഓൾ മെയിൽ ഓപ്ഷൻ ചെയ്തിട്ട് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ആ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലിസ്റ്റ് മാത്രമല്ല ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡ്യൂസ് ചെയ്യും. അപ്പൊ കമ്പോണൻസ് ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇപ്പൊ കമ്പോണൻസ് 2 ഡയമെൻഷൻ റിഡക്ഷൻ കമ്പോണൻസ് ആർ അവൈലബിൾ. ഫീച്ചർ സെലക്ഷനും ഫീച്ചർ എക്സ്ട്രാക്ഷനും. ഈ ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ, ഫിൽട്ടർ, റാപ്പർ, എംബഡഡ്, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് 3 ഡയറക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഫീച്ചർ സെലക്ഷൻ പറയാം. അതായത് ഒരു ഒറിജിനൽ വേരിയബിളിന്റെയോ ഹിയർ വി ട്രൈ ടു ഫൈൻ ട്യൂൺ ടു എ സബ്സെറ്റ് ഓഫ് ദി ഒറിജിനൽ വേരിയബിൾസ് ഓഫ് ഫീച്ചേഴ്സ് അറേ ടു ക്രിയേറ്റ് എ സ്മോളർ സബ്സെറ്റ് ദാറ്റ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദി ക്വറി. അതായത് ഒറിജിനൽ വേരിയബിൾസിന്റെയോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിന്റെയോ അറേയുടെയോ ഒക്കെ ഒരു സബ്സെറ്റ്, ഒരു ഫൈൻ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ക്വറി ഉപയോഗിക്കാവുന്ന ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ ഒറിജിനൽ വേരിയബിൾ ആകാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആകാം. എന്നിട്ട് അവിടെ ഒരു ക്വറി എടുക്കുന്നു. അതായത് ഫിൽട്ടർ, റാപ്പർ, എംബഡഡ്, അങ്ങനെ 3 ഫീച്ചർ യൂസ് ചെയ്യുക. പിന്നെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ദിസ് ലിമിറ്റ്സ് ഡാറ്റ ടു ലോവർ ഡയമെൻഷൻ ഇൻ എ ഹൈ ഡയമെൻഷണൽ സ്പേസ് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡയമെൻഷൻസ്. അതായത് ഹൈ ഡയമെൻഷൻ സ്പേസിലുള്ള ഡാറ്റയെ ലോവർ ഡയമെൻഷൻ സ്പേസിലേക്ക് പരിഗണിക്കപ്പെടുക, ഹൈ ഡയമെൻഷനിൽ ഇരിക്കുക. ഹൈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ആട്രിബ്യൂട്ട്സുകൾ കാണും. അവിടെ ഒന്നുകൊണ്ട് നമ്മൾ ലോവർ ഡയമെൻഷനിലോട്ട് എടുക്കുക. അങ്ങനെ എടുക്കണമെങ്കിൽ ഡാറ്റ റിഡക്ഷൻ അല്ലേ സംഭവിക്കുന്നത്. അപ്പൊ അതിന് 3 പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലൈസിസ്, ലീനിയർ ഡിസ്ക്രിമിനന്റ് അനലൈസിസ്, ജനറലൈസ്ഡ് ഡിസ്ക്രിമിനന്റ് അനലൈസിസ്. അങ്ങനെ 3 തരത്തിലുള്ള അനലൈസിസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലൈസിസ് എന്ന് പറഞ്ഞാല് കാൾ പേഴ്സൺ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് മോഡൽ. ആ ഒരു സയന്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. Works under the condition of the data variance in the lower dimensional spaces is mapped into a data in a lower dimensional space. അതായത് ലോവർ ഡയമെൻഷണൽ സ്പേസിലെ വ്യത്യാസം ലോവർ ഡയമെൻഷനുള്ള ഡേറ്റയിലേക്ക് മാത്രം മാപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലിസിസ് PC കൊണ്ട് ഉദ്ദേശിച്ചത്. ലോവർ ഡയമെൻഷനിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ ആ ഡയമെൻഷനിൽ മാത്രം സെൻട്രലൈസ് ചെയ്ത് പോവുക. അങ്ങനെ പറയുന്നതിനെ നമുക്ക് PC എന്ന് പറയാൻ പറ്റും. അപ്പൊ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അതൊരു ഫിഗർ വെച്ചവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷനാലിറ്റി റിഡക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കാം അങ്ങനെ വരുമ്പോൾ. അത് ഒറ്റൊരു ഹെഡിങ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ലീനിയർ ഡിസ്ക്രിമിനന്റ് അനലൈസിസ് പിന്നെ വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ 3 മെത്തേഡ് പറയുന്നെങ്കിലും PC മാത്രമേ ഫിഗറിൽ പറയുന്നുള്ളൂ. പിന്നെ ലീനിയർ റിഗ്രഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു കോമ്പാക്ട് ഡാറ്റ ആൻഡ് ഓൾസോ റിമൂവ് ഡിസ്ക് സ്പേസ്. ഡയമെൻഷനാലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്ക് സ്പേസ് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഒത്തിരി ഭാഗങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചങ്ങ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഡിസ്കിന്റെ സ്പേസ് കുറയ്ക്കാം. ഡേറ്റ ഒന്നുകൂടെ കോമ്പാക്ട് ചെയ്യാൻ പറ്റും, ഡേറ്റ ഒന്ന് ഒതുക്കി വെക്കാൻ പറ്റും. ഇറ്റ് റെഡ്യൂസസ് ദി ടൈം ഓഫ് കാൽക്കുലേഷൻ. അങ്ങനെ നമുക്ക് കാൽക്കുലേഷന് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു എലിമിനേറ്റ് റിഡണ്ടന്റ് ഫീച്ചേഴ്സ് അല്ലെ. റിഡണ്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ, അതായത് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ലീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ഓഫ് ഡാറ്റ. ഡാറ്റ നഷ്ടപ്പെടുന്നതിന് ചിലപ്പോൾ ഇതിടെയാവും. അപ്പൊ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ഡാറ്റയെ റിമൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ആവശ്യമല്ല. ചില സമയം ചില ഡാറ്റ ആവശ്യം വരുമായിരിക്കാം എന്നോർത്തല്ലേ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ലോസ് ഓഫ് ഡാറ്റ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനെ കുറിച്ച് ഈ നോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ്, ന്യൂമറോസിറ്റി റിഡക്ഷൻ. ന്യൂമറോസിറ്റി എന്ന് പറയുന്നത് here it is a technique of data reduction that replaces the original information with a smaller kind of data presentation. അതായത് നമ്മൾ we can store only model of data instead of entire data. അതിനെയാണ് നമ്മൾ ന്യൂമറോസിറ്റി റിഡക്ഷൻ പറയുന്നത്.
നമ്മളൊരു ഡേറ്റയുടെ സാമ്പിൾ മാത്രം കൊടുക്കുന്നേ ഉള്ളൂ. എൻ്റെ ഡേറ്റ കൊടുക്കാതെ ഡേറ്റയുടെ സാമ്പിൾ മാത്രം കൊടുത്തുകൊണ്ട് അതിനെ റിഡക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂമറസിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. അത് പാരാമെട്രിക്കും ആകാം, നോൺ പാരാമെട്രിക്കും ആകാം. ഇനി പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സിമുലേറ്റ് ഡേറ്റ which means that only data parameters should be processed rather than actual data. Actual data പ്രോസസ് ചെയ്യാതെ ഡേറ്റയുടെ പാരാമീറ്റേഴ്സ് മാത്രം പ്രോസസ് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും വാല്യൂസ് മാത്രം എടുത്ത് പ്രോസസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാരാമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ. റിഗ്രഷൻ നമ്മളിപ്പോ പല ഹെഡിങ് റിഗ്രഷൻ പഠിച്ചു പോകുന്നുണ്ട്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ് റിഗ്രഷൻ. ഒരു വേരിയബിളിനെയോ അല്ലെ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റേ വേരിയബിളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ നമ്മൾ ഇനിയും അടുത്തതിലും വരുന്നുണ്ട്. അതുപോലെ ലോങ് ലീനിയർ മോഡൽ. ലോഗ് ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ലെവൽ. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ മൾട്ടി പാരാമീറ്റേഴ്സുകൾ ഇൻപുട്ട് വേരിയബിൾസ് കൊടുത്തോണ്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ലോങ് ലീനിയർ മോഡൽ. ഇതൊക്കെ പാരാമെട്രിക് മെത്തേഡിൽ വരുന്നത്. ഈ നോൺ പാരാമെട്രിക് മെത്തേഡ് എന്ന് അതായത് എന്തായിരിക്കും? നമുക്ക് വേണ്ട ഡേറ്റയെ കൊടുക്കുന്നില്ല, ഒറിജിനൽ ഡേറ്റയെ കൊടുക്കാതെ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റയെ കൊടുത്തോണ്ട് അതിനെ പ്രോസസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഡക്ഷൻ ആണ്. അത് പറയുന്നത് അതിന് റിഗ്രഷൻ യൂസ് ചെയ്യാം, ലോങ് ലീനിയർ മോഡൽ യൂസ് ചെയ്യാം. ഇനി നോൺ പാരാമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ റെഡ്യൂസ്ഡ് ഡേറ്റ റെപ്രസെന്റേഷൻ സച്ച് ആസ് ഹിസ്റ്റോഗ്രാം, ക്ലസ്റ്റർ, സാമ്പിൾസ്, അഗ്രിഗേഷൻ ഓഫ് ഡേറ്റ ടൂൾസ്. ഇങ്ങനെയുള്ള ഇങ്ങനെ ഇപ്പൊ പറയാം ഹിസ്റ്റോഗ്രാം, ക്ലസ്റ്ററിങ്, സാമ്പിളിങ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റ റിഡക്ഷൻ കൊടുക്കുക. അപ്പൊ ഹിസ്റ്റോഗ്രാം നമുക്കൊക്കെ അറിയാം. ഹിസ്റ്റോഗ്രാം ചാർട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അല്ലേ? ഡേറ്റ പോയിന്റുകളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ചാർട്ട് മുഖേന അതായത് ഗ്രാഫിക്കലായിട്ട് ഡേറ്റ കൊടുക്കുക. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിയുടെ ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ആ ഒരു മെത്തേഡിൽ പറയുന്നത് നോൺ പാരാമെട്രിക് മെത്തേഡ്. അല്ലെങ്കിൽ ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് മീൻസ് ക്ലസ്റ്ററിങ് ഒക്കെ അടുത്ത ചാപ്റ്ററിൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനുണ്ട്. അതായത് ഡേറ്റ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ സാമ്പിളിംഗ് ഉണ്ട്. ഡേറ്റ അഗ്രിഗേഷൻ നമ്മൾ ഒന്നുകൂടെ പറയുന്നത്. ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ നമ്മൾ പറഞ്ഞല്ലേ അല്ലെ? അങ്ങനെ പറയുന്നതാണ് നോൺ പാരാമെട്രിക് മെത്തേഡിൽ വരുന്നത്. ഇനി പാരാമെട്രിക് മോഡല്, പാരാമെട്രിക് മെത്തേഡ് ഏതൊക്കെയായിരുന്നു? റിഗ്രഷനും ലോഗ് ലീനിയർ മോഡലും. അപ്പം പാരാമെട്രിക് റിഗ്രഷൻ എന്ന് പറയുന്നത് പാരാമെട്രിക് മോഡൽ എന്ന് പറയുന്നത് പിന്നെയും പറയുന്നുണ്ട് റിഗ്രഷൻ അനലൈസിസ്. അത് പറഞ്ഞാൽ അതായത് അതിനകത്ത് കുറെ മോഡൽസ് പറയുന്നുണ്ട്. നമുക്കിപ്പോ റിഗ്രഷൻ എന്നാന്ന് അറിയാം. എന്താണ് റിഗ്രഷൻ? കോംപ്ലക്സ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റയെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഗ്രഷൻ. അപ്പൊ റിഗ്രഷൻ തന്നെ പല തരത്തിൽ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പേജ് പറയുന്നുണ്ട് ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, പോളിനോമിയൽ റിഗ്രഷൻ, സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ, റിഡ്ജ് റിഗ്രഷൻ, ലാസോ റിഗ്രഷൻ, ഇലാസ്റ്റിക് നെറ്റ് റിഗ്രഷൻ. അങ്ങനെ പലതരത്തിലുള്ള റിഗ്രഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ജസ്റ്റ് എന്നാന്ന് നോക്കി എന്നാന്നൊരു ഹിന്റ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താന്ന് മാത്രം ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്ട് ദി വാല്യൂ ഓഫ് എ വേരിയബിൾ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. ഒരു വേരിയബിൾ വെച്ചുകൊണ്ട് നമ്മൾ വേറൊരു വേരിയബിളിന്റെ പ്രെഡിക്റ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്ട് ദി വാല്യൂ ഓഫ് എ വേരിയബിൾ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. അതായത് ഒരു വാല്യൂ നമ്മൾ പറയുമ്പോൾ പ്രെഡിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പ്രവചിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ വെച്ചോണ്ട് നമ്മൾ ഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിളിനെ നമ്മളൊന്ന് ഇന്നത് സംഭവിച്ചാൽ ഇന്നത് വരാം എന്നങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെ? അതായത് നമുക്കിപ്പോ ഒരാളുടെ ഹൈറ്റ് അറിയാമെങ്കിൽ, ഏകദേശം ഒരു ഹൈറ്റ് അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറയുകയാണ് ലീനിയർ റിഗ്രഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ സെയിൽസ് എല്ലാ മാസവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ലീനിയർ അനലൈസിസിലൂടെ നമുക്ക് ആ കമ്പനിയുടെ ഭാവി മാസങ്ങളിലെ സെയിൽസ് നമുക്ക് പ്രവചിക്കാൻ പറ്റും അല്ലേ? ഇപ്പം ഇതിപ്പോ ജനുവരി തൊട്ട് ഇതിപ്പോ ഏത് മാസം? നവംബർ മാസം, ഒക്ടോബർ വരെ ആ കമ്പനിക്ക് എല്ലാ മാസവും ഒരു 10 lakh rupees കൂടുതൽ വരുമാനം വന്ന് പോകുന്നുണ്ടെങ്കിൽ നവംബറും ഡിസംബറും ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രവചിക്കുവാണ് ഈ മാസങ്ങളിലും 10 ലക്ഷം രൂപ കൂടുതലായിരിക്കും, അധിക വരുമാനമായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതിനാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദി വാല്യൂസ് ഓഫ് എ വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. വേറൊരു വേരിയബിളിന്റെ വെച്ചുകൊണ്ട്
ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വേണേ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എഴുതി വെക്കാം, കാരണം അത്ര നല്ലൊരു എക്സ്പ്ലനേഷൻ അല്ല ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മോഡലിംഗ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡിസ്ക്രീറ്റ് ഔട്ട്കം ഗിവൺ ആൻ ഇൻപുട്ട് വേരിയബിൾ. അതായത് നമ്മളൊരു ഇൻപുട്ട് വേരിയബിൾ കൊടുത്തിട്ട് ഇതിന്റെ ഔട്ട്കം ഇന്നതായിരിക്കുമെന്ന് നമ്മൾ അതിന്റെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയുക. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ എസ് ഓർ നോ അങ്ങനെയൊക്കെ അങ്ങനെ കൊടുത്തോണ്ട് നമുക്ക് ഇപ്പൊ ട്രൂ ഓർ ഫോൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാർജ് റേഞ്ച് ഓഫ് വാല്യൂസിൽ നിന്നുകൊണ്ട് ഡേറ്റ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വലിയ ഡേറ്റയാണ്, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ട്രൂ അല്ലെ ഫോൾസ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് അതിനെ സോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ലോജിസ്റ്റിക്കലി എടുക്കുന്നതിനാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പോളിനോമിയൽ റിഗ്രഷൻ ഉണ്ട്. പോളിനോമിയൽ എന്ന് പറഞ്ഞാല് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് ഇപ്പൊ നമുക്ക് പ്രിഡക്റ്റും ഔട്ട്കം വേരിയബിളും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് നമ്മൾ പ്രിഡക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നതായിരിക്കും എന്ന്, പക്ഷെ ഔട്ട്കം വേറെ ആയിരിക്കുമല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു റിഗ്രഷനെയാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഓഹരി വിലകളുടെ ഒക്കെ അനലൈസിസിന് ഇപ്പൊ സ്റ്റോക്ക് പ്രൈസും സമയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പറയുന്നത് ലീനിയർ അല്ല, അത് പോളിനോമിയൽ അല്ല. അങ്ങനെ അങ്ങനെയൊക്കെ ഓഹരി വിലകളുടെ ഒക്കെ അനലൈസിസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പോളിനോമിയൽ റിഗ്രഷൻ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ ഉണ്ട്. സ്റ്റെപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ ഐട്രേഷൻ ആയിരിക്കും. ഐട്രേറ്റീവ്ലി എക്സാമിൻ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ എ ലീനിയർ റിഗ്രഷൻ മോഡൽ. അതായത് സ്റ്റെപ്പ് വൈസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, ഐട്രേഷനിൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എക്സാം ചെയ്യുവാണ് എങ്ങനെ സംഭവിക്കും, അങ്ങനെ എടുക്കുന്നതിനെ സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ എന്ന് പറയാം. പിന്നെ റിഡ്ജ് റിഗ്രഷൻ. റിഡ്ജ് എന്ന് പറഞ്ഞാല് ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ പരിശോധിക്കുന്ന ഒരു മെത്തേഡാണ് ആണ് റിഡ്ജ്. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ദി എഫക്ട്സ് ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. അതായത് ഓരോ ലീനിയർ റിഗ്രഷൻ മോഡലിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിളിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അതിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെ വരാം എന്നതിനെ ഒന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിഡ്ജ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസോ റിഗ്രഷൻ ഉണ്ട്. ലാസോ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ റെഗുലറൈസേഷൻ ടെക്നിക്സ് ആണ്. അതായത് ഒന്ന് റെഗുലറൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലാസോ റിഗ്രഷൻ. അതായത് നമുക്ക് ഇപ്പൊ ആക്യുറേറ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസോ റിഗ്രഷൻ യൂസ് ചെയ്യാം. കൃത്യമായ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഈ ഒരു ലാസോ റിഗ്രഷൻ യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു എന്തൊരു എംപ്ലോയി അല്ല, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അയാളുടെ ഏജും അയാളുടെ ബോഡി മാസ് ഇൻഡെക്സും ജെനറ്റിക് മാർക്കേഴ്സും ഒക്കെ നോക്കിയിട്ട് ആ രോഗിക്ക് ഡയബറ്റിക് വരാൻ സാധ്യത ഉണ്ടോ നമുക്ക് പ്രവചിക്കാം. നമുക്ക് നല്ല ഡോക്ടേഴ്സ് പ്രവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമുക്ക് അതായത് ലാസോ റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇലാസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്. ഇലാസ്റ്റിക് എന്ന് മീൻസ് ഇറ്റ് സപ്പോർട്ട്സ് ദി ക്രിയേഷൻ ഓഫ് വെക്ടർ മെഷീൻസ്, മെട്രിക്സ് ആൻഡ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ. അതിനുവേണ്ടിയൊക്കെയാണ് ഇലാസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോയ്ക്കൊക്കെ അല്ലെ മെട്രിസിസിനൊക്കെ. അതായത് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ ഇപ്പൊ എംപ്ലോയേഴ്സിന്റെ എക്സ്പീരിയൻസും അവരുടെ സാലറിയും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, അങ്ങനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ കുറച്ച് റിഗ്രഷൻ മെത്തേഡുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. റിഗ്രഷൻ എന്താണെന്നും റിഗ്രഷൻ മെത്തേഡുകൾ. നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് ഡേറ്റ ഡിസ്ക്രീറ്റൈസേഷൻ ആൻഡ് കൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ. ഡേറ്റ ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ വലിയ ഡേറ്റയെ ചെറുതാക്കി പ്രോസസ് ചെയ്യുമ്പോഴാണല്ലോ ഡേറ്റ ഡിസ്ക്രീറ്റൈസേഷൻ നടക്കുന്നത്. Used for dividing collection of attributes into intervals into minimize the number of values for a given continuous attribute. അപ്പൊ അത് തന്നെ പലതരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഡേറ്റ ഡിസ്ക്രീറ്റൈസേഷൻ ലീഡ്സ് ടു കൺസൈസ് ഈസി ടു യൂസ് നോളജ്. അതായത് കണ്ടിന്യൂസ് ഡേറ്റയെ നമ്മൾ ഷോർട്ട് ആക്കി വെക്കുക. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷർ ചെയ്തെടുക്കാൻ പറ്റാത്ത മെഷർ എടുക്കുന്ന ഡേറ്റയാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രീറ്റൈസേഷന്റെ ഹെഡിങ്സ് അത്രേ പറയുന്നുള്ളൂ. അതിനകത്ത് കുറച്ച് ബിന്നിങ്, ഹിസ്റ്റോഗ്രാം, എൻട്രോപ്പി മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് ഡിസ്ക്രീറ്റൈസേഷൻ ചെയ്യാം. ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്ന വലിയ അളവിലുള്ള ഡേറ്റയെ ചെറുതാക്കി മാറ്റുക. അപ്പൊ ഒന്ന് ബിന്നിങ് ചെയ്യാം. ബിന്നിങ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച ബിന്നിങ്, അതായത് സ്മൂത്തിങ് ഒക്കെ പഠിച്ചപ്പം പല ബക്കറ്റുകളാക്കി വെച്ചിട്ട് ഡേറ്റയെ നമ്മൾ ഫ്രീക്വൻസി അനുസരിച്ച് ഡിവൈഡ് ചെയ്ത്
എടുക്കുന്ന മെത്തേഡ്. അങ്ങനെ ബിന്നിങ് ചെയ്യാം, ഹിസ്റ്റോഗ്രാം ആൻഡ് അനലൈസിസ് ചെയ്യാം. ഹിസ്റ്റോഗ്രാം എന്ന് വെച്ചാൽ ചാർട്ടാ, ബാർ ഗ്രാഫിലായിട്ട് അല്ലെ, ബാറോ ഗ്രാഫോ ഒക്കെ പോലെ ചാർട്ടിനെ റെപ്രസെന്റേറ്റീവ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അനലൈസ് ചെയ്യാം. അല്ലെ എൻട്രോപ്പി മെത്തേഡുകൾ യൂസ് ചെയ്യാം. എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഡിസോർഡർ ആയിട്ടുള്ള അല്ലെ റാൻഡംനെസ് ആയിട്ടുള്ള നമ്പർ വാല്യൂസിനെയൊക്കെ നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എൻട്രോപ്പി. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തു പറയുന്നില്ല വലിയ എക്സാമ്പിളില്. പിന്നെ ക്ലസ്റ്റർ അനലിസിസ്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇനി ഒരു യൂണിറ്റ് തന്നെ ക്ലസ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ക്ലസ്റ്റർ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ഡാറ്റാ സെറ്റിനുള്ളിൽ നോർമലി ഒക്കർ ചെയ്യുന്ന ഗ്രൂപ്പുകളെ, ഒരു വലിയ ഡാറ്റാ സെറ്റ് കാണും, പക്ഷെ അതിനകത്ത് ഏജ് പെൻഷൻ ആകാൻ പറ്റിയവരുടെ ഏജ് 50 കൂടുതലുള്ളവരുടെ ഏജ് തന്നെ അങ്ങ് ഗ്രൂപ്പായി ചെയ്യുക. അപ്പൊ അതിന്റെ ക്ലസ്റ്റർ ആക്കി വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ മാർക്കറ്റിംഗിൽ പല കസ്റ്റമേഴ്സിന്റെ ഗ്രൂപ്പ് കാണും. ഒരു മാർക്കറ്റിംഗ് എടുത്ത് നമുക്ക് പല കസ്റ്റമേഴ്സിന്റെ ഗ്രൂപ്പ് കാണും. അവയെ നമുക്ക് അനലൈസിസ് ചെയ്യാൻ ക്ലസ്റ്റർ അനലൈസിസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഏജിന്റെ ഗ്രൂപ്പ് തന്നെ എടുത്തു, അല്ലെങ്കിൽ ഏണിങ്സ് വരുമാനം തന്നെ നോക്കി, റൂറൽ അല്ലെ സബ് റൂറൽ ആയിട്ടുള്ള ഏരിയ താമസിക്കുന്നവർ തന്നെ ഒരു ലിസ്റ്റ്, വലിയൊരു ലിസ്റ്റിൽ നിന്നുണ്ട്. അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ അനലൈസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. യൂണിറ്റ് 9. യൂണിറ്റ് 9 മൈനിങ് റിക്വയർമെന്റ് പാറ്റേൺസ് ആൻഡ് അസോസിയേഷൻസ്. മൈനിങ് റിക്വയർമെന്റ് പാറ്റേൺസും അസോസിയേഷൻസും എന്താണെന്നാണ് നോക്കുന്നത്. അതായത് അസോസിയേഷൻ റൂളിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ അസോസിയേഷൻ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ചെറിയ ക്ലാസ്സിൽ. അതുപോലെ BCA അസോസിയേഷൻ റൂൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എക്സും വൈയും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ ആ അസോസിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അതായത് ഒരു അസോസിയേഷൻ പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ റിലേഷൻസ് അല്ലെ കണക്ഷൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് പറയുന്നത്. അതിന്റെ ബേസ് നടത്തുന്ന മൈനിങ്ങിനെയാണ് നമ്മൾ അസോസിയേഷൻ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇപ്പൊ ഒരു അസോസിയേഷൻ എടുക്കുക. അപ്പൊ എക്സ് വൈ രണ്ട് പാറ്റേണോ അല്ലെ 2 ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഉണ്ട് എക്സും വൈയും. അപ്പൊ അവ തമ്മിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അസോസിയേഷൻ റൂളുകൾ കൊടുക്കും. ആ റൂള് വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ മൈനിങ് നടത്തുമ്പോൾ എന്തായിരിക്കും? അസോസിയേഷൻ റൂൾ മൈനിങ് ആകും. അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുമ്പോൾ ഫൈൻഡ്സ് ഇൻട്രസ്റ്റിംഗ് അസോസിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ്. അപ്പൊ നമ്മൾ എപ്പോഴും വലിയ സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസിലായിരിക്കും അസോസിയേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ബേസ്ഡ് അനലൈസിസ്, മാർക്കറ്റ് ബേസ്ഡ് അല്ലെ മാർക്കറ്റ് ബാസ്കറ്റ് അനലൈസിസ് എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾസ് വെച്ചായിരിക്കും നമ്മൾ ഈ അസോസിയേഷൻ റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നോണം. അതായത് ഇപ്പം അസോസിയേഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ മാർക്കറ്റ് ബേസ്ഡ് അനലൈസിസ്. മാർക്കറ്റിലെ സാധനങ്ങളുടെ ബേസിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അതായത് കസ്റ്റമർ 1, കസ്റ്റമർ 2, കസ്റ്റമർ 3 അപ് ടു കസ്റ്റമർ N വരെയുണ്ട്. അവരുടെ ട്രാൻസാക്ഷൻസിൽ ഏതെല്ലാം ഐറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് എടുക്കുക. അതായത് ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ ഒരു 10 കസ്റ്റമേഴ്സ് വന്നിട്ട് 10 പേരും ചിലപ്പം 10 പേരും ഒരു ഐറ്റം കോമൺ ആയിട്ട് എടുക്കും. അപ്പൊ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുന്നത്. അത് നല്ലൊരു എക്സാമ്പിൾ വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സാധനം എടുക്കുവാണെങ്കിൽ അടുത്തത് എടുക്കാം എന്നുള്ള കൺസെപ്റ്റ് വരത്തില്ലേ? അതായത് ഈ എൽസ് എന്നുള്ള നമ്മൾ ഈ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ആദ്യമേ ഈ ഫെൽസ് ഒക്കെ വെച്ച് പഠിക്കും. ഈ ഇതാണെങ്കിൽ അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയാ, ലീഫ് എൽസ്. അങ്ങനെയുള്ള കാർഡിനാലിറ്റി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ സെറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ അവിടെ പ്രോബ്ലം ഡെഫിനിഷനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് I, D ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ അതിനകത്തെ ടേബിളിലോട്ട് നോക്കുക. നോട്ട് എടുത്ത് വെച്ചോണം. നോട്ട് കറക്റ്റ് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ടേബിള് ട്രാൻസാക്ഷൻ ID മിൽക്ക്, ബ്രെഡ്, ബട്ടർ, ബിയർ, അങ്ങനെ ഒരു ടേബിള് കണ്ടല്ലോ. ആ ടേബിൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചോണം. അതിനകത്ത് എത്ര ട്രാൻസാക്ഷൻ ID ഉണ്ട്? 5 ട്രാൻസാക്ഷൻ ID ഉണ്ടല്ലോ. അവിടെ 5 ട്രാൻസാക്ഷൻ IDയിൽ എത്ര ഐറ്റംസ് ഉണ്ട്? 4 ഐറ്റം. ഫസ്റ്റ് മിൽക്ക്, സെക്കൻഡ് ബ്രെഡ്, 3 ബട്ടർ, 4 ബിയർ.
അങ്ങനെ 4 ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളാണെന്ന് ഓർക്കുക. അപ്പം ഒന്നാമത്തെ കസ്റ്റമർ വന്ന് ഒരു മിൽക്കും ഒരു ബ്രെഡും വാങ്ങിച്ചു, ബട്ടറും ബീറും വാങ്ങിച്ചിട്ടില്ല. രണ്ടാമത്തെ കസ്റ്റമർ വന്ന് ബട്ടർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ 0 കിടക്കുന്ന ഒന്നും വാങ്ങിച്ചിട്ടില്ല, 1 കിടക്കുന്ന വാങ്ങിച്ചു. മൂന്നാമത്തെ കസ്റ്റമർ വന്ന് ബീർ മാത്രം വാങ്ങിച്ചു, ബാക്കി ഒന്നും വാങ്ങിച്ചിട്ടില്ല. നാലാമത്തെ കസ്റ്റമർ വന്ന് മിൽക്കും ബ്രെഡും ബട്ടറും വാങ്ങിച്ചു, പക്ഷെ ബീർ വാങ്ങിച്ചിട്ടില്ല. അഞ്ചാമത്തെ കസ്റ്റമർ വന്ന് ബ്രെഡ് മാത്രം വാങ്ങിച്ചു. അങ്ങനെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ആകെ 5 ട്രാൻസാക്ഷൻ നടന്നു. അപ്പൊ നമ്മൾ ഈ 5 ട്രാൻസാക്ഷനെ 50,000 ട്രാൻസാക്ഷൻ ആക്കി അങ്ങ് അസ്യൂം ചെയ്ത് വെക്കുക. 5 വെച്ച് പറഞ്ഞാലേ നമുക്ക് പിടി കിട്ടത്തുള്ളൂ. എന്നിട്ട് 4 ഐറ്റമേ ഉള്ളൂ. ആ 4 ഐറ്റം നമ്മൾക്ക് 40 ഐറ്റം ആക്കി വെക്കാം, ഇല്ലേ? അപ്പൊ 4 ഐറ്റം ആക്കുക. ഒരു മിനിറ്റ്, കറണ്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ഞാൻ പറയുക, എങ്ങനെയാണ് അസോസിയേഷൻ റൂൾ മൈനിങ് നടക്കുന്നതെന്ന്. അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 3 തരത്തിലുള്ള കൺസെപ്റ്റാ പറയുന്നത്. അസോസിയേഷൻ റൂൾ മൈനിങ്ങിനകത്ത് 3 തരത്തിലുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട്. സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ്. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഓഫ് അസോസിയേഷൻ റൂൾ മൈനിങ് കണ്ടോ? അതിനകത്ത് സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് 3 ടേം അവിടെ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെച്ചു. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അസോസിയേഷൻ റൂൾ മൈനിങ് എങ്ങനെ നടത്താം, ഒരു സൂപ്പർ മാർക്കറ്റിലെ വാല്യൂസ് ഒക്കെ വെച്ച് അല്ലെ സാധനങ്ങളൊക്കെ വിറ്റേനെ വെച്ച് നമ്മൾ ഇതെങ്ങനെ കൺസിഡർ ചെയ്യാന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നതാണ്. ഫസ്റ്റ് വൺ, സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ is defined as this proportion of transaction in a data set which contains an item set. എന്ന് പറഞ്ഞാല് ഇവിടെ ഐറ്റം നമുക്ക് എക്സും വൈയും ആയിട്ട് എടുക്കാം. എക്സ് മിൽക്ക്, വൈ ബ്രെഡ്, അങ്ങനെ എടുക്കുവാണെങ്കിൽ സപ്പോർട്ട് കാണുന്നത് ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ നോട്ടിലുണ്ടോ ഞാൻ നോക്കുവാണ്. സപ്പോർട്ട് ഈസ് ഈക്വൽ ടു, അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, സപ്പോർട്ടിന്റെ ഇക്വേഷൻ അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ സപ്പോർട്ടിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. സപ്പോർട്ട് SUPP എന്ന് എഴുതിയാലും മതി. SUPP ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി FREQ ഓഫ് എക്സ് ബൈ ടി. എത്ര ട്രാൻസാക്ഷൻ നടത്തി എന്നാണ് സപ്പോർട്ട് കാണുന്നത്. അപ്പൊ എക്സ് എന്ന ഡേറ്റയെ ആ ഡേറ്റാ സെറ്റിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഞാൻ മിൽക്ക് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. മിൽക്ക് ആ ഒരു ടേബിളിൽ എത്ര തവണ വന്നിട്ടുണ്ട്? മിൽക്ക് 2 കസ്റ്റമറെ വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലെ? 2 കസ്റ്റമർ, അതായത് കസ്റ്റമർ 1ഉം കസ്റ്റമർ 4ഉം ആണ്, 2 പേരെ അത് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി. ഇനി നമുക്ക് മിൽക്ക് എടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം വാങ്ങിച്ചു. അപ്പൊ സപ്പോർട്ട് ഓഫ് മിൽക്കിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? മിൽക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്, സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് മിൽക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 2/5 ആയിരിക്കത്തില്ലേ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് 5 ആണ്. അപ്പൊ നമ്മൾ 2 കസ്റ്റമറെ അവിടെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ ടി ആ പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് എക്സ് 2 പേര് വാങ്ങിച്ചപ്പോ 2 ബൈ ടി, 5 ട്രാൻസാക്ഷൻ ആണ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സപ്പോർട്ട് ഓഫ് മിൽക്കിന്റെ സപ്പോർട്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് മിൽക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? 2/5. 2/5 എന്ന് പറയുന്നത് 2.2% വരും, 2.2% വരും. ഓക്കെ, ഇനി ആ സെയിം ടേബിളിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് നോക്കാം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് ഹൗ ഓഫൺ ദി റൂൾസ് ഹാസ് ബീൻ ഫൗണ്ടഡ് ടു ബി ട്രൂ. അതായത് ഒരു റൂൾ എത്രത്തോളം ട്രൂ ആണ് എന്നതിന്റെ സംഭവമാണ് കോൺഫിഡൻസ് പറയുന്നത്. നമ്മളെപ്പോഴും കോൺഫിഡൻസ് ട്രൂ എന്നല്ലേ പറയുന്നത്, അല്ലെ? ഒരു റൂള് എത്രത്തോളം ട്രൂ ആണെന്ന് സമ്മതിക്കുക. അത് കണ്ടുപിടിക്കുന്ന കോൺഫിഡൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ ബൈ സപ്പോർട്ട് ഓഫ് എക്സ്. അതായത് സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം എക്സ് മിൽക്കും വൈ ബ്രെഡും ആണെങ്കിൽ സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ എന്ത് വരാം? എങ്ങനെ എഴുതാം? സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 2/5 അല്ലേ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ബൈ സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/5 അല്ലേ? അതായത് എക്സ് എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷനിൽ എത്ര തവണ യൂസ് ചെയ്തു, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ എത്ര തവണ യൂസ് ചെയ്തു. അപ്പൊ 2/5 ബൈ 2/5 എന്നത് 1% അല്ലേ വരുന്നത്. അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലിഫ്റ്റ് എന്ന് പറയുന്നത്
സ്ട്രെങ്ത് ഓഫ് എനി റൂൾ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന്റെ ഇക്വേഷൻ നോക്കിയേ, സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ഇൻറ്റു സപ്പോർട്ട് ഓഫ് വൈ, അതാണ് ലിഫ്റ്റ് പറയുന്നത്. അപ്പൊ സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. ഏതാ 2/5 ആ സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ, അതായത് സപ്പോർട്ട് ഓഫ് എക്സിന്റെ ആണ്. രണ്ട് പേരെ മേടിച്ചിട്ടുള്ളൂ 5 ട്രാൻസാക്ഷനിൽ. ഈ സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/5 തന്നെയാണ്. സപ്പോർട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് 3/5 ആ. 3 പറയുന്നത് പറഞ്ഞാൽ വൈ പറയുന്ന ബ്രെഡ് അവിടെ 3 പേര് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 3 വന്നു. 5 ട്രാൻസാക്ഷൻ 3/5. അപ്പൊ 2/5 ഡിവൈഡഡ് ബൈ 2/5 ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 1.66 വരും. അപ്പം നമുക്ക് ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതൽ, അപ്പൊ നമുക്ക് 1.66 വന്നല്ലോ. അപ്പൊ ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ബ്രെഡ് വാങ്ങിക്കുന്നയാള് മിൽക്ക് വാങ്ങിക്കുന്ന ആള് ബ്രെഡ് വാങ്ങിച്ചിരിക്കാം. അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക ഒരു ഡേറ്റാബേസിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. അതിനാണ് നമ്മൾ ഈ അസോസിയേഷൻ റൂൾ, അതായത് ഒരു സാധനം വാങ്ങിച്ചാൽ അടുത്ത സാധനം വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അസോസിയേഷൻ റൂൾസ് വെച്ച് ഡേറ്റയെ മൈൻ ചെയ്തെടുക്കുക. കാര്യം മനസ്സിലായല്ലോ? അതായത് അവിടെ ട്രാൻസാക്ഷൻ കൊടുത്തുവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. 5 ട്രാൻസാക്ഷൻ ഉണ്ട്, അതിനകത്ത് 4 ഐറ്റംസ് ഉണ്ട്. അപ്പം മിൽക്ക് വാങ്ങിക്കുന്നയാള് ബ്രെഡ് വാങ്ങിക്കുവോ എന്നുള്ള ഒരു കൺക്ലൂഷൻ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് ഇത് മൂന്നും ആ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് ഏതെങ്കിലും ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ആ ഐറ്റം ബൈ എത്ര ട്രാൻസാക്ഷൻ. അപ്പം സപ്പോർട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് മിൽക്ക് ബൈ 5 ആയിരിക്കും ഇവിടെ. ഫ്രീക്വൻസി അതായത് ആ ഒരു ഇതിനകത്ത് മിൽക്ക് വാങ്ങിച്ച് 2 പേരേ ഉള്ളൂ, അപ്പൊ 2/5. 2/5 എന്ന് പറയുന്നത് 2.2 വന്നു. അപ്പം ഏകദേശം മിൽക്കിന് ഒരു സപ്പോർട്ട് കിട്ടി. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് 1% വന്നു. അതിനുശേഷം ലിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1.6 വരും. അതായത് എക്സിന്റെ വൈയുടെ സപ്പോർട്ട് നോക്കണം, എക്സിന്റെ തന്നെ സപ്പോർട്ടും വൈയുടെ തന്നെ സപ്പോർട്ട് നോക്കണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 1.66 വരും. ആ 1. നമ്മുടെ ഈ ഡേറ്റയെ സംബന്ധിച്ച് അങ്ങനെ അത് ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇവ തമ്മിൽ, അതായത് മിൽക്ക് മേടിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കലി ബ്രെഡ് മേടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കൺക്ലൂഷനിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റ് എത്തുക. അപ്പം ഇന്നത് വാങ്ങിച്ചാൽ, അതായത് ഈ വാങ്ങിച്ചാല് അടുത്തത് വാങ്ങിക്കാം അല്ലെ, അവ തമ്മിലൊരു റിലേഷന് ഒരു കാർഡിനാലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നതിനെ കുറിച്ചാണ് അസോസിയേഷൻ റൂൾ മൈനിങ് പറയുന്നത്. അപ്പൊ സപ്പോർട്ട്, ലിഫ്റ്റ്, കോൺഫിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് കാണേണ്ട ഇക്വേഷൻ നോക്കി വെക്കുക. ഇനി മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് വിച്ച് ഐറ്റംസ് ആർ ഫ്രീക്വന്റ്ലി പർച്ചേസ് ടുഗദർ ബൈ കസ്റ്റമർ. അത് തന്നെയാണ് ഇപ്പോൾ എടുത്ത് പറഞ്ഞതും. അതായത് ഒരു കസ്റ്റമറിന്റെ പർച്ചേസിന്റെ പാറ്റേൺ മനസ്സിലാക്കി സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാ മൈനിങ് പ്രോസസ് ആണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. അതായത് ഒരു കസ്റ്റമർ മിൽക്ക് ബ്രെഡ് സിറിൽ വാങ്ങിച്ചു, വേറൊരാൾ മിൽക്ക് ബ്രെഡ് എഗ് ഷുഗർ വാങ്ങിച്ചു, ഒരാൾ മിൽക്ക് ബ്രെഡ് ബട്ടർ വാങ്ങിച്ചു, ഒരാൾ ഷുഗർ എഗ് വാങ്ങിച്ചു. അപ്പം ഈ കസ്റ്റമർ ഇന്ന സാധനം വാങ്ങിച്ചാൽ ഇന്നത് വാങ്ങിക്കുവോ എന്നതിനെ ഒന്ന് അനലൈസ് ചെയ്യുവാണ്. വിച്ച് ഐറ്റംസ് ആർ ഫ്രീക്വന്റ്ലി പർച്ചേസ് ടുഗദർ ബൈ മൈ കസ്റ്റമർ. ആ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾ നോക്കുന്നതാണ് എനിക്ക് വരുന്ന കസ്റ്റമർ, ഇതില് എല്ലാരും ഉപയോഗിക്കുന്ന സാധനം ഏതാ, ആ കടയിൽ കൂടുതൽ വാങ്ങിച്ചു വെക്കണ്ടേ, അങ്ങനെ അനലൈസ് ചെയ്യുക. അങ്ങനെ അത് അസോസിയേഷൻ റൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് നമുക്ക് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഒരു സപ്പോർട്ട്, ലിഫ്റ്റ്, കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് തരുന്ന ഇങ്ങനെ ആയിരിക്കും, ഒരു ടേബിൾ തരും. ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും മേളിൽ കിടക്കുന്ന പോലെ ട്രാൻസാക്ഷൻ ഐ ഡി, മിൽക്ക്, ബ്രെഡ്, ബട്ടർ, ബിയർ എന്ന ടേബിൾ തന്നിട്ടില്ലേ, അങ്ങനെ ടേബിൾ തന്നിട്ട് അതിന്റെ സപ്പോർട്ടും ലിഫ്റ്റും കോൺഫിഡൻസും കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് അപ്ലൈ ചെയ്യുക. അതായത് ഒരു സാധനം എടുക്കുമ്പോൾ അതിന് എക്സ് എന്നും വൈ എന്നും മേളിൽ കൊടുക്കുക. എക്സ് എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അത് എത്രമാത്രം ട്രാൻസാക്ഷൻ വന്നു, അതാണ് 2/5 വന്നത്, അല്ലെ 3/5 വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയെടുക്കുക. നെക്സ്റ്റ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്. അതായത് FB ഫ്രീക്വന്റ് പാറ്റേൺ എന്ന് പറയുന്നത് FB അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അതായത് ഇതും പറയുന്ന സെറ്റ് ഓഫ് ഐറ്റംസ് കാണും, മിൽക്ക്, ബ്രെഡ് അതുപോലുള്ളത് കാണും. എന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ അത് എത്രമാത്രം വരുന്നു, ഫ്രീക്വന്റ് ഐറ്റംസ് എത്രമാത്രം വരുന്നു എന്നതിനെ കാണിക്കാനാണ് പറയുന്നത്. അത് നമുക്കിവിടെ എപ്രിയോറി അൽഗോരിതംസ് യൂസ് ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എപ്രിയോറി അൽഗോരിതംസ്, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്, അതായത് ഫ്രീക്വന്റ് ഐറ്റംസിനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഫ്രീക്വന്റ് പാറ്റേൺ അൽഗോരിതം, FP അൽഗോരിതം.
It divided the compressed database into a set of confidential database and associated with one frequent pattern. ഏതെങ്കിലും ഒരു പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് അതിനെ എടുക്കുക. അതായത് ഇത് ഫ്രീക്വന്റ് ഐറ്റംസിനെ, അതായത് ഒരു മാർക്കറ്റിലായാല് ഫ്രീക്വന്റ് ഐറ്റംസ് എപ്പോഴും മേടിച്ച് വെക്കേണ്ട ഐറ്റംസ് ഏതാണ്, അതായത് അതല്ല കൂടുതൽ പോകുന്നത്, ആ ഐറ്റംസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ എഫിഷ്യന്റ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് മൈനിങ് എന്ന് പറയാം. ഫൈൻഡിങ് റിക്വയർമെന്റ് സെറ്റ് ഐറ്റം സെറ്റ് യൂസിങ് കാൻഡിഡേറ്റ് ജനറേഷൻ ദി എപ്രിയോറി അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ ചെയ്യാമെന്നാണ് അടുത്തത് പറയുന്നത്. എപ്രിയോറി അൽഗോരിതംസ്, ഇതും ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. എപ്രിയോറി അൽഗോരിതംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് 9.5 എന്നുള്ള ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യാം. എപ്രിയോറി ഒന്ന് ആദ്യം പഠിച്ചത് നമ്മള് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. അത് സപ്പോർട്ട് കോൺഫിഡൻസ് ലിഫ്റ്റ് വെച്ച് പഠിച്ചു. ദെൻ വരുന്ന എപ്രിയോറി ഇമ്പോർട്ടന്റ് ആണ്. എപ്രിയോറി മീൻസ് അൽഗോരിതംസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഫ്രീക്വന്റ് ഐറ്റംസിനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്. അതുപോലെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അസോസിയേഷനെ കണ്ടുപിടിക്കാം. ഇന്നത് വാങ്ങിച്ചാൽ ഇന്നത് വാങ്ങിക്കുവോ എന്നുള്ള സ്ട്രോങ് ഐറ്റംസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എപ്രിയോറി അൽഗോരിതം പ്രൊപ്പോസ് ചെയ്തത് അഗർവാളും ശ്രീകാന്ത് എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകളാണ് അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സപ്പോർട്ട് കോൺഫിഡൻസ് ലിഫ്റ്റ് എന്നിവ ഇംപ്ലിമെന്റ് ചെയ്താണ് അൽഗോരിതംസ് ആണ് എപ്രിയോറി അൽഗോരിതംസിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഐട്രേറ്റീവ് അപ്രോച്ച് നടക്കുന്നുണ്ട്. ഐട്രേറ്റീവ് മീൻസ് നമുക്ക് ഐട്രേഷൻ പ്രോസസ് ഇല്ലേ, ഐട്രേഷൻ പ്രോസസ്സ്, അതായത് നമ്മൾ ഫോർ ലൂപ്പ് പഠിക്കുമ്പോൾ ഐട്രേഷൻ പഠിക്കുന്നില്ലേ, ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിവിടെ ഇതെങ്ങനെ എപ്രിയോറി അൽഗോരിതംസ് ആദ്യം എഴുതിയെടുക്കുക വെച്ചാൽ മൊത്തമായിട്ടുള്ള ഡേറ്റാ സെറ്റിനെ എടുത്തിട്ട് അതിൽ നിന്നോട്ട് സപ്പോർട്ടും മിനിമം സപ്പോർട്ടും കോൺഫിഡൻസും എത്ര വരുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് നമുക്കൊരു 100 ട്രാൻസാക്ഷൻ ഉള്ള ഒരു ഡേറ്റാബേസ് നമ്മൾ എടുത്തു, ഒരു ടേബിൾ എടുത്തു. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് സപ്പോർട്ടും മിനിമം സപ്പോർട്ടും കോൺഫിഡൻസും വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അതിന്റെ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് ആ കോമ്പിനേഷനിൽ നിന്ന് അതിലെ ഹയർ ത്രെഷോൾഡ് ആയിട്ടുള്ള കോൺഫിഡൻസ് പിന്നെയും കണ്ടുപിടിക്കുക. ലിഫ്റ്റിന്റെ ബേസിൽ മാത്രം കണ്ടുപിടിച്ച് വെക്കുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്രിയോറി അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിച്ചേ, ആ ടേബിൾ യൂസ് ചെയ്താണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നതാണ്. ട്രാൻസാക്ഷൻ ഐ ഡി, ലിസ്റ്റ് ഓഫ് ഐറ്റം ഐ ഡിസ്. ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ T100 തൊട്ട് T200 ലാസ്റ്റ് T900 വരെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഐറ്റം, ഇവിടെ ഇപ്പം മിൽക്ക് ബ്രെഡ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 11, 12, 15 അങ്ങനെ ഐറ്റത്തിന് നമ്മൾ നമ്പറിങ് കൊടുത്തേക്കുക. അപ്പൊ മിൽക്ക് ബ്രെഡിന്റെ പകരം നമുക്കിവിടെ ഐറ്റത്തിന് നമ്പറിങ് കൊടുക്കാം. അപ്പൊ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നു. ഒന്നാമത്തെ കസ്റ്റമറെ നമുക്ക് T100 എന്ന് പറഞ്ഞു, അയാള് 11, 12, 15 എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചു. അതിന് അടുത്ത കസ്റ്റമർ 12, 14 സാധനം വാങ്ങിച്ചു. അങ്ങനെ മൊത്തം ആ ടേബിൾ നോക്കി ഓരോ കസ്റ്റമർ വാങ്ങിച്ച സാധനം T800 4 സാധനം വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. ചിലര് 3 സാധനമേ ഉള്ളൂ, ചിലര് 2 സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊരു 9 ട്രാൻസാക്ഷൻ ഉള്ള ഒരു ടേബിള്. 9 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1000 ട്രാൻസാക്ഷൻ ഉള്ള ടേബിൾ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. ഇവിടെ നമുക്ക് മാക്സിമം മേടിച്ചതും മിനിമം എത്ര എലമെന്റ് ഐറ്റം വരുന്നുണ്ടെന്ന് നോക്കാം. മാക്സിമം എത്ര ഐറ്റം വരുന്നുണ്ട്, അതായത് 4 ഐറ്റംസ് മാക്സിമം ഉണ്ട്, 2 ഐറ്റംസ് മിനിമം ഉണ്ട്. 11, 12, 13, 15. 11, 12, 13, 15 4 മാക്സിമം ഐറ്റംസ് വരുന്നുണ്ട്. അതുപോലെ 2 ഐറ്റം വരുന്നത് ഏതൊക്കെയാണ്? 12, 14 അല്ലെങ്കിൽ 11, 13. ഇതെല്ലാം 2 എണ്ണം വരുന്നത്. നമ്മൾ സ്റ്റെപ്പ് 1 പോവുക. അപ്പൊ ആദ്യമേ നിങ്ങൾ ആ ടേബിൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനും ഇങ്ങനെ ഒരു ടേബിൾ ആയിരിക്കും എപ്രിയോറി അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പം ഇതിന് ഒരു ടേബിൾ ഇങ്ങനെ തരുന്നു. ആ ടേബിളിൽ മൊത്തം ട്രാൻസാക്ഷൻ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഞാൻ സ്റ്റെപ്പ് 1 പറയുക, ശ്രദ്ധിച്ചിരുന്നതാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാല് ഒരു ഐറ്റം സെറ്റ് എടുക്കുക. ഒരു ഐറ്റം സെറ്റ് എന്ന് പറഞ്ഞാൽ 11 പറയുന്ന ഐറ്റം സെറ്റ് എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട്. 11 പറയുന്ന മിൽക്കാണ്, മിൽക്ക് എത്ര പേര് അതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആദ്യമേ നോക്കുക. 11 എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6 പേര്, 6 കസ്റ്റമർ 11 എന്നുള്ള ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. 12 ഐറ്റമോ 7 പേര് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ 13ാമത്തെ ഐറ്റം 6 പേര് വാങ്ങിച്ചിട്ടുണ്ട്.
ഇനി 14 ആണെങ്കിൽ 2 പേര്, 15 ആണ് 2 പേര്. ഇപ്പൊ ഈ 11, 12, 13, 14, 15 എന്ന് പറയുന്ന ഐറ്റം ആണെന്ന് ഓർക്കുക. ബ്രെഡ്, മിൽക്ക്, റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണെന്ന് ഓർക്കുക. അപ്പൊ 11 എന്ന് പറയുന്ന ഐറ്റംസ് 6 പേര് വാങ്ങിച്ചു, 12 എന്ന് പറയുന്ന ഐറ്റംസ് 7 പേര് വാങ്ങിച്ചു. എത്ര ആളെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്? 11-ന് 6 തവണ ഇല്ലേ? അങ്ങനെ നോക്കുക. ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു മിനിമം സപ്പോർട്ട് കൗണ്ട് തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ തരും. മിനിമം സപ്പോർട്ട് കൗണ്ട് ക്വസ്റ്റ്യൻ തരും. ഇവിടെ മിനിമം സപ്പോർട്ട് ഈ നോട്ടിൽ തന്നിരിക്കുന്നത് 2 സപ്പോർട്ട് കൗണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ 2-നേക്കാളും ലെസ് ആയിട്ടുള്ള എല്ലാം അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പൊ 2-നേക്കാളും ലെസ് എന്ന് പറയുന്നത് 14ഉം 15ഉം അങ്ങ് റിമൂവ് ചെയ്താൽ അതിന്റെ ഫ്രീക്വൻസി പോയി. 2-നേക്കാളും കുറവായിട്ടുള്ള പിന്നെ കിടക്കുന്നത് 11ഉം 12ഉം 13ഉമാണ്. അതിനെ നമ്മൾ L1 ആയിട്ട് ത്രെഷ്ഹോൾഡ് വാല്യൂ L1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഫ്രീക്വൻസി ഓഫ് 1 ഐറ്റം സെറ്റ് വരുന്ന ഏതായിരിക്കും? 11, 12, 13. 11-ന് 6 ഫ്രീക്വൻസി ഉണ്ട്, 12-ന് 7 എണ്ണത്താണ് വന്നിട്ടുണ്ട്, 13ഉം 6 തവണ വന്നിട്ടുണ്ട്. അതാണ് സ്റ്റെപ്പ് 1. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒരു വലിയൊരു സെറ്റിൽ നിന്നുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ തിരിച്ചു വെച്ചു. അതായത് ഓരോ ആയിട്ട് എത്ര കസ്റ്റമർ വാങ്ങിച്ചു അതാ നോക്കേണ്ടത്. 11 എന്ന് പറയുന്ന ഐറ്റം 6 കസ്റ്റമർ മേടിച്ചു, 12 എന്ന് പറയുന്ന സാധനം 7 കസ്റ്റമർ മേടിച്ചു, 13 എന്ന് പറയുന്ന സാധനം 6 കസ്റ്റമർ മേടിച്ചു. അതിൽ 2-നെ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുക വെച്ചാൽ നമുക്കൊരു സപ്പോർട്ട് വാല്യൂ തന്നിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പം ഏതാണ് സപ്പോർട്ട് വാല്യൂ? ആ ക്വസ്റ്റ്യനെ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ബാക്കിയെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. 2 അതിൽ കുറവുള്ളതിനെ റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് സെറ്റ് 1 എന്ന് പറയുന്നതിൽ ത്രെഷ്ഹോൾഡ് 1 അല്ലെങ്കിൽ L1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് 1 ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് 11, 12, 13 ഉള്ളൂ. ഇനി നമ്മൾ സ്റ്റെപ്പ് 2-ലോട്ട് നോക്കുക. അപ്പൊ 2 ഐറ്റം സെറ്റ് വെച്ച് നോക്കും. ഇപ്പൊ നമ്മൾ ഒരു ഐറ്റം സെറ്റ് അല്ലേ വെച്ചുള്ളൂ അല്ലേ? ഇനി 2 ഐറ്റം സെറ്റ് വെച്ചോ. 11ഉം 12ഉം എത്രയാണ് വരുന്നുണ്ട്? അല്ലെ 11ഉം 13ഉം എത്രയാണ് വരുന്നുണ്ട്? 12ഉം 13ഉം എത്രയാണ് വരുന്നുണ്ട്? 11ഉം 15ഉം എത്രയാണ് വരുന്നുണ്ട്? 11ഉം 14ഉം എത്ര പേര് മേടിച്ചിട്ടുണ്ട്? അങ്ങനെ നോക്കുക. 2 ഐറ്റം സെറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ 11ഉം 12 എന്ന് പറയുന്ന ഐറ്റം സെറ്റ് 4 പേര് മേടിച്ചിട്ടുണ്ട്. എണ്ണി നോക്കിക്കോണം, 4 പേരുണ്ട്. ഇനി 11ഉം 13ഉം 4 പേര് മേടിച്ചിട്ടുണ്ട്, 12ഉം 13ഉം 4 പേര് മേടിച്ചിട്ടുണ്ട്. പക്ഷെ 11ഉം 15ഉം 2 പേരേ ഉള്ളൂ, 11ഉം 14ഉം ഒരാളെ മേടിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് സപ്പോർട്ട് കോഡ് നമ്മൾ 2 അല്ലേ വാങ്ങി. അപ്പൊ 2ഓ അതിൽ കുറവുള്ളവരെ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഐറ്റം സെറ്റ് 2 എങ്ങനെ വരും? 11, 12 മേടിച്ച 4 പേരും വരും, 11, 13 വെച്ച ഫ്രീക്വൻസി വെച്ച് 4 പേരുണ്ട്, 12, 13, 4 ഉണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. അതായത് L2. L1 എന്ന് പറയുന്നത് ഒരു ഐറ്റം സെറ്റ് വെച്ച് വരുന്നത്, L2 എന്ന് പറയുന്നത് 2 ഐറ്റം സെറ്റ് വെച്ച് വരുന്നത്. 2 ഐറ്റം എന്ന് പറഞ്ഞാൽ 11ഉം 12 എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിൽക്കും ബ്രെഡും വാങ്ങിച്ചാണെങ്കിൽ 4 പേര് വന്നു, 11ഉം 13ഉം മിൽക്കും ബീറും ആണെങ്കിൽ 4 പേര് വന്നു, 12ഉം 13ഉം ബ്രെഡും ബീറും ആണെങ്കിൽ 4 പേര് വന്നു. അത് L2. ഇനി നമ്മൾ സ്റ്റെപ്പ് 3-ലോട്ട് പോകണം. 3 ഐറ്റം സെറ്റ്. ഇത് ആദ്യത്തെ ആ വലിയൊരു ലിസ്റ്റ് നമ്മൾ ഒരു ഐറ്റം മേടിച്ച് എല്ലാവരെയും കണ്ടുപിടിച്ച് വെച്ചു. അടുത്ത് നമ്മൾ 2 ഐറ്റം വെച്ചവരെ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ 3 ഐറ്റം വെച്ചത്. 3 ഐറ്റം മേടിച്ച് അതിനകത്ത് ആകെപ്പാടെ 2 പേരേ ഉള്ളൂ. 11ഉം 12ഉം 13ഉം മേടിച്ച് എത്ര പേരുണ്ട്? ആകെപ്പാടെ 2 പേരല്ലേ ഉള്ളൂ. 11, 12, 13 മേടിച്ചത് 800 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഐ ഡിയും 900 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഐ ഡിയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ 2 പേരല്ലേ ഉള്ളൂ. ഇനി നമ്മൾ L3 ആയിട്ട് കൺസിഡർ ചെയ്തു. L1, L2, L3. അങ്ങനെ നമ്മൾ 3 ത്രെഷ്ഹോൾഡ് വാല്യൂസ് അവിടെ ഡിനോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കുണ്ട് എന്താണ് ഇനി നമുക്ക് പോകാം. ഇനി ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ 4 ഐറ്റംസ് ഉണ്ടെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്ത് പോകാം. നമുക്കൊരു ഇപ്പൊ 4ാമത്തെ സ്റ്റെപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കേസിൽ 11, 12, 13 ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റ് ആണ്. ഇതിലെ നമുക്ക് ഇതിന്റെ ബേസ് നമുക്ക് എ പ്രിയോറി അൽഗോരിതം, അതായത് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന എത്രയാണ്? 11, 12, 13. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിൽ എ പ്രിയോറി അൽഗോരിതംസിന്റെ റൂൾ നോക്കാം. അതായത് 11, 12, 13 എന്ന് പറയുന്ന ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് എടുക്കുക. നമ്മൾ മാത്സിനകത്ത് പണ്ട് സബ്സെറ്റ് പഠിച്ചിട്ടില്ലേ? കേരളീയ ബ്രാക്കറ്റ് 11, 12, 13 എഴുതിയാൽ അതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഒന്ന് 11 ഒന്ന് 12, ഒന്ന് 13. പിന്നെ 11ഉം 12ഉം വരാം, 11ഉം 13ഉം വരാം, 12ഉം 13ഉം വരാം. അപ്പൊ മൊത്തം നമുക്ക് 6 സബ്സെറ്റുകൾ അതിനകത്ത് ഉണ്ടാക്കത്തില്ലേ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്? അപ്പൊ 6 സബ്സെറ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അസോസിയേഷൻ റൂൾസ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്സുകൾ പറയുന്നത് അസോസിയേഷൻ റൂൾസ് പറയുമ്പോൾ S=I-S എന്ന് നോട്ടിലുണ്ട്. S=I-S എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓഫ് I എന്ന് പറയുന്നത്
സപ്പോർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം കോൺഫിഡൻസ് ആണെങ്കിൽ അതൊരു വാലിഡ് റൂൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത് മിനിമം സപ്പോർട്ടും മാക്സിമം കോൺഫിഡൻസും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ഓഫ് ഐ ബൈ സപ്പോർട്ട് ഓഫ് എസ്. ഐ ബൈ സപ്പോർട്ട് ഓഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം കോൺഫിഡൻസ് ആണെങ്കിൽ, മിനിമം കോൺഫിഡൻസിൽ നിന്ന് ഗ്രേറ്ററോ അല്ലെ ഈക്വലോ ആണെങ്കിൽ അതൊരു വാലിഡ് റൂൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കോൺഫിഡൻസ് രണ്ടെന്ന് പറയുന്നുണ്ട്. മിനിമം സപ്പോർട്ട് 20% ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ എക്സാമ്പിളായിട്ട് മിനിമം സപ്പോർട്ട് 20%, മാക്സിമം കോൺഫിഡൻസ് 30% ആണ് നോട്ടിൽ പറയുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ റൂൾ 1 പറയുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നത് 2/9 ആയിരിക്കും. 2/9 അതായത് എന്താണ്? റൂൾ 1 സപ്പോർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രീക്വൻസി, അതായത് 9 ട്രാൻസാക്ഷനും ഉണ്ട്, 2 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രീക്വൻസി. 2/9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 20% ആയിരിക്കും. ഇനി കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് സപ്പോർട്ട് ഓഫ് 11, 12, 13ന്റെ സപ്പോർട്ട് ഓഫ് 11ന്റെ മാത്രം നോക്കുവാണെങ്കിൽ 2/9 ബൈ 6/9. അതായത് 6 ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് 6 ട്രാൻസാക്ഷൻ വന്നിട്ടില്ലേ? സപ്പോർട്ട് ഓഫ് 1 ഇല്ലേ? സപ്പോർട്ട് ഓഫ് അപ്പൊ 6 ട്രാൻസാക്ഷൻ വന്നെങ്കിൽ 11, 12, 13 രണ്ടെണ്ണല്ലേ വന്നുള്ളൂ. അതുകൊണ്ട് 2/9 ബൈ 6/9 എന്ന് പറയുന്നത് 30% ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 11 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറയുന്ന ഐറ്റം വാങ്ങിക്കുന്ന ആള് 12ഉം 13ഉം ഐറ്റം വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. 11 എന്ന് പറയുന്ന ഐറ്റം വാങ്ങിക്കുന്ന ആള് 12ഉം 13ഉം വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ആ ഓണർക്ക് മനസ്സിലാക്കി ആ സാധനം കൂടുതൽ എടുത്തു വെക്കാം. അങ്ങനെ ഒരു അൽഗോരിതത്തിന്റെ കൺസെപ്റ്റ് ആണ് എപ്രിയോറി അൽഗോരിതം പറയുന്നത്. അപ്പൊ അത് നോട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കൺസിഡർ ചെയ്തെടുക്കുന്നതിന്റെ കാര്യത്തിനെ കുറിച്ച് നോട്ടിൽ കുറെ പ്രോബ്ലംസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രോബ്ലംസ് വെച്ച് നമുക്ക് ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ നോക്കും ഒരു വലിയ ലിസ്റ്റ്. ഇപ്പൊ ഈ ലിസ്റ്റ് ആണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്നുകൊണ്ട് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ആദ്യമേ കണ്ടുപിടിക്കുക. സെറ്റ് 1 എന്ന് പറയുന്നത് ഒരു ഐറ്റം സെറ്റ് വെച്ചുകൊണ്ട് ചെയ്യുക. അത് എത്ര പേര് വാങ്ങിച്ചു? അടുത്ത് സെറ്റ് 2 എടുക്കുക, 2 ഐറ്റം സെറ്റ്, പിന്നെ 3 ഐറ്റം സെറ്റ്, പിന്നെ 4 ഉണ്ടെങ്കിൽ 4, 5, 6 അങ്ങനെ എത്ര ഐറ്റം സെറ്റ് ഉണ്ട് അത്രയും വരെ ഐറ്റം സെറ്റ് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഐറ്റം സെറ്റിനെ നമ്മൾ സബ്സെറ്റ് ആക്കുക. ഇവിടെ മൂന്നാമത്തേതല്ലേ 11, 12, 13 അല്ലേ വന്നേ, അതിനെ സബ്സെറ്റ് ആക്കുക. അപ്പൊ നമുക്ക് സബ്സെറ്റുകൾ അത്രയും കണ്ടുപിടിച്ച് വെക്കാൻ പറ്റും. ഇനി അസോസിയേഷൻ റൂൾസ് അപ്ലൈ ചെയ്യുന്നത് നമ്മളെ ലിസ്റ്റ് സപ്പോർട്ടും കോൺഫിഡൻസും വെച്ച് നമ്മൾ അസോസിയേഷൻ റൂൾസ് അപ്ലൈ ചെയ്യുക. അപ്പൊ മിനിമം സപ്പോർട്ടും മാക്സിമം കോൺഫിഡൻസും നമ്മളോട് പറയും 20-നും 30-നും ഇടയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ 20-നും 30-നും കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഇന്നയാൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുന്നത് 2/9, അതായത് 2 എന്ന് പറയുന്നത് എന്തും 9 ട്രാൻസാക്ഷൻ ആണ് അല്ലെ? മൊത്തത്തിൽ നമുക്ക് 9 ട്രാൻസാക്ഷൻ ആണ്. 2 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രീക്വൻസിയാ പറയുന്നത്. അതായത് ഐറ്റം സെറ്റിന്റെ ലാസ്റ്റ് ഫ്രീക്വൻസി അല്ലേ 2 പറഞ്ഞിരിക്കുന്നത്. 11, 12, 13 വരുന്നത് 2 അല്ലേ? അപ്പൊ 2/9 എന്ന് പറയുന്നത് 20% വരും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് ഈ ലാസ്റ്റ് ഐറ്റം സെറ്റ് പറഞ്ഞ വെച്ച് പറയുക. 11, 12, 13 എന്ന് പറയുന്നതിന്റെ 11, 12, 13 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം 2/9 ആണ്. അതിന്റെ കൂടെ 6/9 സപ്പോർട്ട് ഓഫ് 11 എന്ന് പറയുന്ന ആ ട്രാൻസാക്ഷനിലകത്ത് 6 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 6/9. അപ്പം നമുക്കൊരു 30% വരും. അപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും എത്ര സപ്പോർട്ട് വേണം, എത്ര കോൺഫിഡൻസ് വേണം. അപ്പൊ 20, 30 ആണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും 11 പറഞ്ഞ ഡേറ്റ ഐറ്റംസ് വാങ്ങിക്കുന്നയാള് 12, 13 ഓട്ടോമാറ്റിക്കലി വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതാണ് എപ്രിയോറി അൽഗോരിതംസ്. അത് എക്സാമ്പിൾ വെച്ച് പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് പറയുന്നത് 9.7 മൈനിങ് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂള്. മൈനിങ് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂള്, അതായത് മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ ലെവൽസ് വരും. അതായത് കോംപ്ലക്സ് ഡാറ്റ ആയിരിക്കും അവിടെ വരുന്നത്. കോംപ്ലക്സ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു റൂളാണ്, ഒരു ഹൈറാർക്കിക്കൽ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു റൂളാണ് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കതിനെ അപ്രോച്ചസ് ഫോർ മൈനിങ് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ യൂണിഫോം മിനിമം സപ്പോർട്ട്, സെക്കൻഡ് വൺ റെഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ട്, 3 ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട്. അതായത് ഈ ഒരു മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ
നമുക്കിവിടെ 3 റൂളാണ് പറയുന്നത്. അതായത് യൂണിഫോം മിനിമം സപ്പോർട്ട്, റെഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ട്, അതുപോലെ ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട്. യൂണിഫോം മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് ത്രെഷോൾഡ്, ദി സെയിം മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് ഈസ് യൂസ്ഡ് വെൻ മൈനിങ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് അബ്സ്ട്രാക്ട്. അതായത് നമുക്കൊരു യൂണിഫോം ആയിട്ട് ഒരു മിനിമം സപ്പോർട്ട് വാല്യൂ എങ്കിലും ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാം. അത് വെച്ചാൽ അൽഗോരിതംസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് തിയറി മാത്രമേ പറയുന്നുള്ളൂ. റിഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ലോവർ ലെവലിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഈച്ച് ലെവൽ ഓഫ് അബ്സ്ട്രാക്ട് ഇറ്റ്സ് ഓൺ സപ്പോർട്ട് മിനിമം ത്രെഷോൾഡ്. പിന്നെ ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു യൂസറിന് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇന്റർവെലിന്റെ അടിസ്ഥാനത്തിലോ, ഇപ്പം ലാപ്ടോപ്പുകൾക്കും ഫ്ലാഷ് ഡ്രൈവുകൾക്കും കുറഞ്ഞ ത്രെഷോൾഡ് സപ്പോർട്ട് വാങ്ങിച്ചേ പറ്റുക. അതാണ് ഒരു ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട് പറയുന്നത്. അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുക്കുവാണെങ്കിൽ, ചില സാധനങ്ങൾ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഏതാണ് നമുക്കൊരു മിനിമം സപ്പോർട്ട് വാല്യൂ നമ്മൾ ഇട്ടേത് വെക്കത്തുള്ളൂ. ആ സാധനത്തിന് ഇനിയൊരു സപ്പോർട്ട് വേണം. ചിലത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിന് ഏറ്റവും കുറഞ്ഞ ലോവർ ലെവലിൽ ഇടും. പക്ഷെ ചിലതിട്ട് എന്ത് ചെയ്യും, അതിന് ഇന്നത്തെ ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഒരു യൂസറിന്റെ പ്രൊഡക്റ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലോ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ അതിനൊരു ത്രെഷോൾഡ് സപ്പോർട്ട് കൊടുക്കുക. ലാപ്ടോപ്പിന് അതുപോലുള്ള ഫ്ലാഷ് ഡ്രൈവ് പോലുള്ള ഡിവൈസസിലാണ് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മിനിമം വാല്യൂ ഇടുന്നു. അങ്ങനെ പറഞ്ഞ് 3 മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് കൂടെ പറയുന്നുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹയറാർക്കി പറയുന്നുണ്ട്. എ കൺസെപ്റ്റ് ഓഫ് ഹയറാർക്കി ഓഫ് all electronics computer items. The concept of hierarchy has first 5 levels, respectively referred to as level 0 to level 1. അതായത് starting to level 0 at the root node for all. അതായത് ഹയറാർക്കി തന്നിരിക്കുന്നത് കണ്ടോ, ഓള് കമ്പ്യൂട്ടർ തന്നെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ആകാം, ലാപ്ടോപ്പ് IBM ആകാം, വേറെ ഏതെങ്കിലും വരാം. അതുപോലെ ഡെസ്ക്ടോപ്പ് ഡെല്ലിന്റെ വരാം, ലെനോവോ വരാം, ഏത് വേണേലും ആകത്തില്ലേ. അതുപോലെ സോഫ്റ്റ്വെയർ ഓഫീസ് ആകാം, ആന്റിവൈറസ് ആകാം. ഓഫീസ് തന്നെ നമുക്ക് സബ് പിന്നെ വരാമല്ലോ, MS ഓഫീസിനകത്ത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് വരാം. ആന്റിവൈറസ് ആണെങ്കിലും ഏത് വേണമെങ്കിലും വരാം. പിന്നെ പ്രിന്റർ, ക്യാമറ. അപ്പൊ പ്രിന്റർ തന്നെ ഏത് പ്രിന്ററിന്റെ വേണം, HP ആണോ അല്ലെങ്കിൽ ലേസറിന്റെ ആണോ, ഏത് വേണം എന്നുള്ളത് നോക്കുന്നു. ക്യാമറ തന്നെ ഏത് വേണം നോക്കുന്നു. ഇനി കമ്പ്യൂട്ടർ അക്സസറീസ് തന്നെ അല്ലെ, റിസ്റ്റ് പാഡ്, മൗസ്, അതിനകത്ത് ലോങ് ടെക്ക് വേണോ ഫെലോ വേണോ, ഏത് വേണം എന്നുള്ളത് നോക്കി പോകുന്നത്. അങ്ങനെ നമുക്കൊരു കൺസെപ്റ്റ്, ഒരു ഹയറാർക്കി പോലെ വേണമെങ്കിലും ഈ മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വെച്ച് വലിയ എക്സാമ്പിളിലൊന്നും ഇതിനകത്ത് നോക്കി തന്നിട്ടില്ല. അപ്പൊ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഏപ്രിയോറി അൽഗോരിതമേ ഉള്ളൂ. അതുകൊണ്ട് ഏപ്രിയോറി അൽഗോരിതംസ് നല്ലോണം പഠിച്ചു വെക്കുക. പിന്നെ പറയുന്നത് മൈനിങ് മൾട്ടി ഡയമെൻഷണൽ അസോസിയേഷൻ റൂൾസ് ഫ്രം റിലേഷണൽ ഡാറ്റാബേസ് ആൻഡ് ഡാറ്റാ വെയർഹൗസ്. അതായത് ഡാറ്റാബേസുകളിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അസോസിയേഷൻ റൂൾസ് റിലേഷൻ എങ്ങനെയാണ് പറയുക. അതിവിടെ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇറ്റ് സെർച്ചസ് ഫോർ റിലേഷൻഷിപ്പ് എമംഗ് ദി വാല്യൂസ് ഫ്രം ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓർ ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ്. അതായത് ഒരു റൂള് ഫോം ചെയ്യുകയാണെങ്കിൽ പല ഡയമെൻഷനിൽ നിന്ന് വേണം അത് വരണം. മൾട്ടി ഡയമെൻഷൻ അല്ലേ, അപ്പൊ നമ്മൾ റൂള് കൊടുക്കുവാണെങ്കിൽ അത് പല ഡയമെൻഷനിൽ നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. അതായത് ഹൈബ്രിഡ് ഡയമെൻഷൻ റൂളൊക്കെ അപ്ലൈ ചെയ്യാൻ. അതായത് നമ്മൾ മൾട്ടി ഡയമെൻഷൻ ആകുമ്പോൾ നമുക്കറിയാം പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ റൂളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ പല ഡയമെൻഷനിലെ എല്ലാ വാല്യൂസും നോക്കി വേണം റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ എന്നാണ് പറയുന്നത്. പിന്നെ മൈനിങ് ക്വാളിറ്റേറ്റീവ് അസോസിയേഷൻ റൂള്, quantitative association rules are multi-dimensional association rules which numeric attributes are dynamically discretized during mining process. ഇവിടെ അതിനെക്കുറിച്ച് വലിയ എക്സാമ്പിൾ പറയുന്നില്ല. അതായത് മൾട്ടി ഡയമെൻഷണൽ അസോസിയേഷൻ റൂൾസും ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. അത് ഉണ്ടെങ്കിൽ അതിനൊരു യൂണിഫോം സപ്പോർട്ട് കൊടുക്കണം, അതിനൊരു റെഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട് എങ്കിലും കൊടുത്ത് വേണം ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമേ ഇവിടെ എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ 9.11 ഫ്രം അസോസിയേഷൻ മൈനിങ് ഇവിടെ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. അതായത് ലിഫ്റ്റ് എങ്ങനെ ചെയ്യാം, അപ്പൊ ലിഫ്റ്റ് എങ്ങനെ ചെയ്യാന്നാണ് ലാസ്റ്റ് 9.11 പറയുന്നത്. ഫ്രം അസോസിയേഷൻ മൈനിങ് ടു കോറിലേഷൻ അനലൈസിസ് യൂസ്ഡ് ടു മെഷർ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിഫ്റ്റ് A, B, P of A ഓഗം B, then P of A, P of B എന്ന് പറഞ്ഞാല് ലിഫ്റ്റ് A, B ഒന്നിൽ കുറവാണെങ്കിൽ എയുടെ ഒക്കറൻസ് ബിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം.
ഒന്നിൽ കൂടുതലാണെങ്കിൽ എയും ബിയും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കണം. എയും ബിയും തുല്യമാണെങ്കിൽ യാതൊരു ബന്ധവും എയും ബിയും തമ്മിലില്ല. അതായത് എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസ് ഒന്നിൽ കുറവാണെങ്കിൽ എയുടെ ഒക്കറൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്, ബിയുടെ ഒക്കറൻസ് കുറവായിരിക്കും. അതായത് എയും ബിയും ഒക്കെ ഐറ്റംസ് ആണെന്ന് ഓർക്കുക. ഇനി ഒന്നിൽ കൂടുതലാണ് എയും ബിയും രണ്ടിന്റെ ഒക്കറൻസ് ഒരേപോലെ വരുന്നുണ്ട്, അപ്പൊ അത് പോസിറ്റീവ്ലി കണക്റ്റഡ് വരും. ഇനി രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് ലിഫ്റ്റ് ടൂൾ കൊണ്ട് പറയുന്നത്. അതും വെച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 9th ചാപ്റ്ററിൽ ആകെ പഠിക്കുവാനുള്ളത് എപ്രിയോറി അൽഗോരിതവും മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസുമാണ്. 2 അനലൈസിസേ പഠിക്കാനുള്ളൂ. ആ 2 അനലൈസിസും പഠിച്ചിരിക്കണം, എക്സാമ്പിൾ വെച്ചും പഠിച്ചിരിക്കണം, എന്നാലേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ എപ്രിയോറി അൽഗോരിതം പറയുകയാണ്. അതിന് ടേബിൾ തന്നിരിക്കും, ടേബിളിലെ ഡേറ്റയെ നോക്കിക്കൊണ്ട് ഓരോ L1 കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 കണ്ടുപിടിച്ചിട്ട് മിനിമം വാല്യൂ വരുന്നത് മാക്സിമം വാല്യൂ വരുന്നത് നോക്കുക. അതുപോലെ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് ആണെങ്കിലും ലിഫ്റ്റ്, കോൺഫിഡൻസ്, സപ്പോർട്ട്, അതും ഒരു ടേബിളിനെ ബേസ് ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കിക്കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ നിന്നുകൊണ്ട് വാല്യൂസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ 2 കാര്യങ്ങളെ യൂണിറ്റ് 9 മിനിമം ഫ്രീക്വൻസി പാറ്റേൺസ് ആൻഡ് അസോസിയേഷൻ അത് പറയുന്നത്. അപ്പൊ ആ 2 നോക്കി വെക്കുക എക്സാമ്പിൾ സഹിതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വെച്ച് ഡിറൈവ് ചെയ്ത് വെക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 ആണ് പഠിക്കാനുള്ളത്, ക്ലാസിഫിക്കേഷൻ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.